പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ചോദിക്കാവുന്നതാണ്. രണ്ടാഴ്ച കൂടെ ഈ നടന്നുകൊണ്ടിരിക്കുന്ന വിഷയത്തിൽ പൈശാചികമായ ബന്ധങ്ങൾ, കാര്യങ്ങൾ. കന്നിമൂല. ചോദ്യം കന്നിമൂലയിൽ ബാത്റൂമിന്റെ ടാങ്ക് ഉണ്ടാക്കുക എന്നതിനെ കുറിച്ചുള്ള ശർഈയായ വീക്ഷണം എന്ത്? അല്ലേ? എന്താണ് ചോദ്യം? അല്ലെ, അതല്ല നിങ്ങളെ ചോദ്യം? ശരി. ആ കന്നിമൂലയില് പ്രധാനമായും കന്നിമൂലയില് പിന്നെ ടാങ്ക് ഉണ്ടാക്കുക പോലെയുള്ള കാര്യത്തിൽ ശർഈയായ വീക്ഷണം എന്ത്? മറുപടി. അതാണ് ചോദ്യം. മറുപടി: കന്നിമൂലയിൽ ടാങ്ക് ഉണ്ടാക്കുന്നതിനോ മറ്റോ, മൂത്ര ടാങ്ക് ഉണ്ടാക്കുന്നതിനോ കക്കൂസ് ഉണ്ടാക്കുന്നതിനോ ശർഈയായി ഒരു തെറ്റുമില്ല, ഒന്നുമില്ല. ഇല്ലല്ല, പറഞ്ഞിട്ടില്ല. ശർഈയായ കിതാബുകൾ, ഇപ്പൊ ഇത് ഫിഖ്ഹിന്റെ കിതാബുകളാണ് അത് ചർച്ച ചെയ്യുന്നത്. നമ്മുടെ കർമ്മങ്ങളെ സംബന്ധിച്ച് രേഖപ്പെടുത്തിയ കിതാബ് കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളാണ്, അഥവാ ഫിഖ്ഹിന്റെ ഗ്രന്ഥങ്ങളാണ്. മനസ്സിലായില്ലേ? അഖീദയുടെ കാര്യമാകട്ടെ അത് ചർച്ച ചെയ്തിട്ടുള്ളത് വിശ്വാസ ശാസ്ത്ര സംബന്ധമായി ശറഉൽ അഖായിദ് പോലെയുള്ള ഗ്രന്ഥങ്ങളാണ്. ഭാഷാപരമായ കാര്യങ്ങൾ എഴുതിയിട്ടുള്ളത് ഭാഷാ ഗ്രന്ഥങ്ങളാണ്. അപ്പോ ഇത് കർമ്മത്തിൽ വരുന്ന കാര്യമാണ്. എന്ത്? ഇപ്പൊ വീടെടുക്കുക, കന്നിമൂലയില് ബാത്റൂം ഉണ്ടാക്കുക, അതൊരു കാർമ്മികമായ സംഗതിയാണ്. അതിലെവിടെയെങ്കിലും ഒരു കിതാബിൽ ഫത്ഹുൽ മുഈനിലോ മഹല്ലിയിലോ തുഹഫയിലോ എവിടെയെങ്കിലും കന്നിമൂലയിൽ ബാത്റൂം ഉണ്ടാക്കുന്നത് വിരോധിച്ച ഒരു വാക്കും രേഖപ്പെടുത്തിയിട്ടില്ല. അല്ല, പറഞ്ഞേക്ക് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ശർഈയായി പറഞ്ഞാൽ കന്നിമൂലയിൽ ബാത്റൂം ഉണ്ടാക്കുന്നതിന് ഒരു വിരോധവും ഇല്ല. എന്നാൽ ഇനി രണ്ടാമത്തെ കാര്യം പറയുന്നത്, എന്നാൽ ചില ചികിത്സയുമായി ബന്ധപ്പെട്ട ആളുകൾ ഇതുകൊണ്ട് പൈശാചിക ഉപദ്രവം ആ വീട്ടിൽ അധികരിക്കും എന്ന് പറയുന്നുണ്ട്. അത് ഫിഖ്ഹിന്റെ ചർച്ചയിൽപ്പെട്ട കാര്യമല്ല. അത്തരം സംഗതികൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കലായിരിക്കും നല്ലത്. പക്ഷേ ശർഈൽ അതിൽ വിരോധവുമില്ല. പുണ്യ റസൂൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഇത്തരം കാര്യങ്ങളെ കുറിച്ച് ചോദിച്ചപ്പോൾ, പൊതുവെ ഉള്ള ഇത്തരം വിഷയങ്ങൾ, സംശയമുണ്ടാക്കുന്ന കാര്യങ്ങളെ കുറിച്ച് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹിയുടെ മറുപടി ദഅമാ യുരീബുക ഇലാ മാ ലാ യുരീബുക, സംശയമുണ്ടാക്കുന്ന കാര്യങ്ങളിൽ നിന്ന് നീങ്ങിയിട്ട് സംശയം ഇല്ലാത്ത കാര്യത്തിലേക്ക് നീങ്ങി പോവുക എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് അവനവന്റെ മനസ്സിന്റെ തുമൈനത്താണ്. മനസ്സിലായോ? ഉദാഹരണം പറയാം, ചില ചികിത്സാരികൾ പറയും, അത് മാത്രമല്ല, ഞാൻ വേറൊരു ഉദാഹരണം പറയാം. പിന്നെ വീട്ടിന്റെ ഫ്രണ്ട് ഡോറിൽ നിന്ന് നോക്കിയാല് എന്ത് വേണം, ലാസ്റ്റ് ചുമരിൽ വരെ എന്തെങ്കിലും ഒരു ദ്വാരം, ഒന്നിരിക്കൽ ജനവാതില് അല്ലെങ്കിൽ ഒരു ദ്വാരമെങ്കിലും, ഒരു ഹോളെങ്കിലും ഉണ്ടായിരിക്കണം എന്ന് ചികിത്സാരികൾ പറയും. എന്നാൽ ശർഈൽ ഇതില്ലാതെ വീടുണ്ടാക്കുന്നതിൽ തെറ്റുണ്ടോ? ഇല്ല. ശർഈൽ, ഇസ്ലാമിക ശരീഅത്തിൽ ഇതില്ലാതെ ഒരാൾ ഈ ഹോളില്ലാതെ വീടുണ്ടാക്കിയാൽ തെറ്റുണ്ടോ? ഇല്ല. എന്നാൽ അവനവന്റെ പരീക്ഷണത്തിലും മറ്റും അത്തരം കാര്യങ്ങളിൽ ബുദ്ധിമുട്ട് തോന്നുകയും അത് നീക്കിയപ്പോൾ ബുദ്ധിമുട്ട് ഒഴിവാവുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നീക്കലായിരിക്കും അയാൾക്ക് നല്ലത്. അത് നീക്കുന്നതിലും ശർഈൽ തെറ്റില്ല. കന്നിമൂലയിൽ ബാത്റൂം ഉണ്ടാക്കുന്നതും ശർഈൽ തെറ്റില്ല. കന്നിമൂലയിൽ ബാത്റൂം ഒഴിവാക്കുന്നതിലും ശർഈൽ തെറ്റില്ല. പിന്നെ നമുക്ക് ഉപദ്രവം അതുകൊണ്ടുണ്ടെങ്കിൽ മാറ്റലായിരിക്കും നല്ലത്. മനസ്സിലായോ പറഞ്ഞത്? ഹോളിട്ടിട്ട് ദ്വാരമിട്ടിട്ട് വീടുണ്ടാക്കുന്നതിന് ശർഈൽ തെറ്റുണ്ടോ? ഇല്ല. അതൊഴിവാക്കി ചുമര് മൊത്തം അടച്ചിട്ട് വീടുണ്ടാക്കുന്നതിന് ശർഈൽ തെറ്റുണ്ടോ? അതുമില്ല. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് അതുകൊണ്ട് പ്രയാസമുണ്ടെങ്കിൽ പ്രയാസത്തിന്റെ മാർഗത്തിന് മാറിലായിരിക്കും അവനവന് നല്ലത്.
ഷെറയിൽ രണ്ടാണെങ്കിലും തെറ്റില്ല. കന്നിമൂലയിൽ ബാത്റൂം ഉണ്ടാക്കിയാലും ഷെറയിൽ തെറ്റില്ല. കന്നിമൂലയിൽ നിന്ന് ബാത്റൂം ഒഴിവാക്കിയാലും ഷെറയിൽ തെറ്റില്ല. ഇത് പടിഞ്ഞാറ്, ഇത് കിഴക്ക്, ഇത് തെക്ക്, ഇത് വടക്ക്. ഇങ്ങനെ വന്ന ഈ സ്ഥലത്ത് ഇവിടെ വീടുണ്ടാക്കി കഴിഞ്ഞാൽ ഇത് നല്ല മെയിൻ റോഡാണ്, ഒരു കുഴപ്പമില്ല, പടിഞ്ഞാറ് പോകും കിട്ടും വീട്ടിന്. പക്ഷെ ഈ അടുത്ത വീട്ടുകാരൻ്റെ സ്ഥലത്ത് കിണറുണ്ടെങ്കിൽ ഈ വീട്ടിൽ കിണറില്ല, ഈ വെള്ളം എടുക്കാൻ പറ്റില്ല എന്ന് പറയുന്നു സാധാരണക്കാർ പറയും, ഉസ്താദന്മാർ പറയും. അതിലെന്തും കൊണ്ടോ മനസ്സിലായില്ല. ഇത് പടിഞ്ഞാറ്, ഇത് കിഴക്ക്, ഇത് തെക്ക്, ഇത് വടക്ക്. ഇവിടെ വീട് വെച്ചത് മെയിൻ റോഡ്, ഹൈവേ, വാഹനം പോയിക്കൊണ്ടിരിക്കുന്നത്. തെക്ക് ഭാഗത്ത് ഇല്ല. തെക്ക് ഭാഗത്തിൽ നിന്ന് വെള്ളം എടുക്കുന്നതിൽ ഷെറയിൽ തെറ്റില്ല. തെക്ക് ഭാഗത്ത് വെള്ളം എടുക്കുന്നതിൽ ഷെറയിൽ തെറ്റുണ്ടോ? ഇല്ല. തെക്ക് ഭാഗത്ത് കിണറാകുന്നതിൽ ഷെറയിൽ തെറ്റുണ്ടോ? ഇല്ല. എന്നാൽ ചികിത്സാരികൾ അങ്ങനെ പറയുന്നു. അതുകൊണ്ട് ഉപദ്രവം തോന്നുന്നുവെങ്കിൽ അത് ഒഴിവാക്കലായിരിക്കും അയാളെ സംബന്ധിച്ചിടത്തോളം നല്ലത്. ഷെറയിൽ തെറ്റില്ല. ഷെറയിൽ പാപ്പരക്ക് കിണറില്ലെങ്കിൽ തന്നെ എത്തില്ല. ഞാൻ പേരക്ക് കിണറന്നല്ല, പൈപ്പ് വെള്ളാണ്, അതിൽ ഷെറയിൽ തെറ്റില്ല. മനസ്സിലായോ? അതുപോലത്തെ ചോദ്യമാണ് ആ ചോദ്യം. ഏത്? തെക്ക് ഭാഗത്ത് നിന്ന് വെള്ളം എടുക്കുന്നതിൽ തെറ്റുണ്ടോ? ഷെറയിൽ ഒരു തെറ്റുമില്ല. എന്നാൽ ചികിത്സാരികൾ അങ്ങനെ പറയുന്നു. അപ്പോൾ പിന്നെ അതുകൊണ്ടൊരു ഉപദ്രവം തോന്നുമെങ്കിൽ അവിടുന്ന് മാറലായിരിക്കും അവനവന് നല്ലത്. അതല്ല, എനിക്കത് ഷെറയിൽ തെറ്റില്ലാത്തൊരു കാര്യത്തിൽ ഞാൻ എന്തിനാ മാറുന്നത് എന്ന് വിചാരിച്ച് മുന്നോട്ട് പോയാൽ അയാൾക്കതിൽ പ്രശ്നമില്ല. ചികിത്സാരി എന്ന് പറഞ്ഞാല് ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ചികിത്സ അറിയുന്ന ആളുകൾ, സാലിഹ്യങ്ങളായ ചികിത്സാരികൾ നമ്മുടെ നാട്ടിലില്ലേ? സാലിഹ്യങ്ങളായ ചികിത്സാരികൾ ഉണ്ട്. കാരണം പല രഹസ്യങ്ങളുമുണ്ട്. ഈ ഭൂമിയിൽ നമ്മൾ ബന്ധപ്പെടുന്ന പല കാര്യങ്ങളിലും രഹസ്യങ്ങൾ ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. അത് ചികിത്സയുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അതുമായി ബന്ധപ്പെട്ട ആളുകൾക്കേ അറിയൂ. അത് ഷെറയിൽ തെറ്റുണ്ടായത് കൊണ്ട് മാത്രമാവില്ല. ഉദാഹരണം പറയാം, ഇറച്ചി മീനും കൂടെ കഴിക്കുന്നതിൽ ഷെറയിൽ തെറ്റുണ്ടോ? ഇല്ല. പക്ഷേ അത് കൂടെ പുണ്യ റസൂൽ കഴിച്ചിട്ടില്ല. ഷെറയിൽ തെറ്റുണ്ടോ? ഇല്ല. കഴിച്ചാൽ തെറ്റുണ്ടോ? ഇല്ല. പക്ഷെ അതേ സമയത്ത് ഇറച്ചി മീനും കൂടെ കഴിച്ചാൽ പിത്തം അധികരിക്കാൻ സാധ്യതയുണ്ട്. അത് മനുഷ്യന്റെ ത്വബീഅത്തുൽ ജസദി, മനുഷ്യന്റെ ശാരീരികമായ പ്രകൃതിയെ മാറ്റപ്പെടുത്തും. അത് രോഗം ക്ഷണിച്ചു വരുത്തും. അതുകൊണ്ട് ചികിത്സാരികൾ അത് ഉപേക്ഷിക്കണമെന്ന് പറയും. അപ്പോൾ ഉപേക്ഷിക്കലായിരിക്കും നല്ലത്. ഷെറയിൽ തെറ്റുണ്ടോ? ഇല്ല. മനസ്സിലായോ പറഞ്ഞത്? ഇത് എന്നതുപോലെ ചികിത്സ എന്നൊരു വിഷയം വേറെയാണ്, ഷെറയിൽ തെറ്റില്ലാത്ത കാര്യവുമാണ്. എന്നാൽ ചികിത്സ പറയുന്നുണ്ട് ഇങ്ങനെയും. ഉദാഹരണം പറയാം, മത്സ്യത്തോടു കൂടെ ഒരാള് തൈര് കഴിച്ചു. ഷെറയിൽ തെറ്റുണ്ടോ? ഇല്ല. പക്ഷെ ചികിത്സാരികൾ വിരോധിക്കും. പറ്റൂല, ഷെറയിൽ തെറ്റില്ല. മത്സ്യത്തോടുകൂടെ കോഴിമുട്ട കഴിച്ചാൽ ഷെറയിൽ തെറ്റുണ്ടോ? ഇല്ല. പക്ഷേ ചികിത്സാരികൾ, ശാരീരിക ചികിത്സ നടത്തുന്ന ചികിത്സാരികൾ അതുകൊണ്ട് മനുഷ്യന്റെ ശാരീരിക പ്രകൃതിയെ മാറ്റപ്പെടുത്തും എന്ന് പറയും. അത് തജ്രിബ കൊണ്ട് പലപ്പോഴും ബോധ്യപ്പെടാറുണ്ട്, പരീക്ഷണങ്ങൾ കൊണ്ട്. അങ്ങനെ വരുമ്പോൾ അത് വർജിക്കലായിരിക്കും നല്ലത്. ചെയ്താൽ എന്തല്ല, ഷെറയിൽ തെറ്റുമല്ല. അതും ചികിത്സാരികൾ പറയും. ചികിത്സാരികൾ പറയും ഷെറയിൽ തെറ്റുള്ള കാര്യമല്ല. ഞാനിത് പറയാനുള്ള കാരണം എന്തെന്നാൽ, ചികിത്സാരികൾ പറയുന്നതിനെ അപ്പാടി തള്ളിക്കളയേണ്ട. അതിന് അവരുടേതായ കാരണങ്ങൾ അവർക്കുണ്ടായിരിക്കും. ആ കാരണങ്ങളാകട്ടെ പലപ്പോഴും ശരിയായി വരാറുമുണ്ട്. അതുകൊണ്ട് അത്തരം കാര്യത്തിൽ മത്സരത്തിന് പോകാതിരിക്കലായിരിക്കും നല്ലത്. എന്നാൽ ഷെറയിൽ ഇതൊന്നും തെറ്റുള്ള കാര്യം. തെക്ക് ഭാഗത്ത് വെള്ളം എടുത്താൽ ഷെറയിൽ തെറ്റുണ്ടോ? ഇല്ല. കന്നിമൂല ടാങ്ക് ഉണ്ടായാൽ തെറ്റുണ്ടോ? ഇല്ല.
പക്ഷെ പലപ്പോഴും ചികിത്സാരികൾ അവരുടെ പരീക്ഷണങ്ങളിൽ അനർത്ഥം ക്ഷണിച്ചു വരുത്തുന്നതായി കാണാറുണ്ട് എന്ന് പറയുന്നു. ചില വീടുകളിൽ അതിന്റെ പേരിൽ പ്രയാസങ്ങൾ ഉണ്ടാകാറുണ്ട് എന്നും പറയുന്നു. എങ്കിൽ അത്തരം കാര്യം ഒഴിവാക്കലായിരിക്കും അവർക്ക് നല്ലത്. ശറഈൽ തെറ്റില്ലതാണ്. ഒരു അടുത്ത ബന്ധു മരിച്ചാൽ ചില പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത് നമുക്ക് വിപരീത ഫലമുണ്ടാക്കും. അത് ചാവ് കൊണ്ട് കളിക്കരുത് എന്നുള്ള ഒരു സംസാരം കേൾക്കാറുണ്ട്. ഇപ്പം അടുത്തൊന്നും അങ്ങനെ കേൾക്കാറില്ല. അതിൻ്റെ വെച്ചിട്ട് എല്ലാം ഇപ്പം എൻ്റെ ഉമ്മയോ വാപ്പയൊക്കെ മരിച്ചാൽ ചില പ്രവർത്തനങ്ങൾ എനിക്ക് ഏർപ്പെടാതെ അടങ്ങി നിൽക്കണം എന്നുള്ള ഒരിത്. അതിൽ വിപരീതമായി കളിച്ചാൽ ഇതിൻ്റെ ചില വിപത്തുകൾ അനുഭവിക്കേണ്ടി വരുമെന്നുള്ള ഒരു സംസാരം കേട്ടിട്ടുണ്ട്. അതായത് അടുത്ത ബന്ധുക്കൾ മരിച്ചാൽ കുറച്ച് ദിവസം നമ്മൾ അടങ്ങിയിരുന്നിട്ടില്ലെങ്കിൽ നമുക്ക് വിപരീത ഫലം ഉണ്ടാവുന്നോ? അങ്ങനെയാണോ നമ്മൾ പറയണത്? അതായത് നിങ്ങൾ പറയുന്നത് ഇപ്പോഴും ഞാൻ അങ്ങനെ പൂർണ്ണമായും മനസ്സിലാക്കിയിട്ടില്ല. അതായത് അടുത്ത ബന്ധുക്കൾ ബാപ്പ, ഉമ്മ, ഏട്ടൻ, അനുജൻ പോലത്തവർ മരിച്ചാൽ നമ്മൾ കുറച്ച് ദിവസം അടങ്ങിയിരിക്കലാണ് നമുക്ക് നല്ലതെന്നോ? അത്തരം വാക്ക് ഏത് ചികിത്സാരി പറഞ്ഞതാണെങ്കിലും തള്ളിക്കളയേണ്ടതാണ്. അതൊരിക്കലും ശറഈന് വിരുദ്ധമാണ് അത്തരം ഭാഷകൾ. എന്തുകൊണ്ട്? അവിടെ കൃത്യത റസൂൽ പറഞ്ഞിട്ടുണ്ട്. ഒരാൾ മരണപ്പെട്ടാൽ 3 ദിവസത്തിനേക്കാൾ കൂടുതൽ അതിന്റെ പേരിൽ ഇരിക്കാൻ പാടില്ല എന്ന് റസൂൽ കൽപ്പിച്ചിട്ടുണ്ട്. ഹബീബായ നബി കൽപ്പിച്ചതിന് എതിര് ചെയ്താൽ അത് ശറഈൽ തെറ്റാണ്. അത്തരം മാമൂലുകൾ ശറഈൽ ഇല്ല. അത് നുണയാണ്. 3 ദിവസം എന്ന് പറഞ്ഞാൽ എന്തിന്? ഒരാൾ മരണപ്പെട്ട ബാപ്പ, ഉമ്മ പോലത്തെ ഒരു മരണപ്പെട്ടാൽ സ്വാഭാവികമായി ഒരു ദുഃഖം ഉണ്ടാവുമല്ലോ. അത് എന്തിനേക്കാൾ നീളേണ്ട? 3 ദിവസത്തേക്കാൾ എന്താ? സ്വാഭാവികമായും പരിസരവാസികളും മറ്റൊക്കെ അവരെ അന്വേഷിച്ചു വരും. എന്നിട്ട് എന്ത് ചെയ്യും? ചിലപ്പോൾ മരിച്ചവർക്ക് വേണ്ടി ദുആ ചെയ്യും, ചിലപ്പോൾ ജീവിച്ചവരെ സമാശ്വസിപ്പിക്കും. അപ്പൊ അതിനു വേണ്ടി അവർ മറ്റു കാര്യങ്ങളൊക്കെ മാറ്റിവെക്കും. അങ്ങനെ ആയാൽ തെറ്റില്ല. അതെന്തിനേക്കാൾ അധികരിക്കരുത്? 3 ദിവസത്തേക്കാൾ അധികരിക്കരുത്. എന്ത് തിന്നാൻ കിട്ടിയ തിന്നൂടെ? ഞാൻ എന്റെ ബാപ്പ മരിച്ച ഉടനെ തന്നെ തിന്നാൻ കൊടുത്തു. ബാപ്പാന്റെ വസിയത്ത് ഉണ്ടായിരുന്നു. എന്ത്? മയ്യത്ത് കാണാൻ വരുന്നവരെ വെറുതെ അയക്കരുത്, അവർക്ക് നീ ഭക്ഷണം കൊടുക്കണം എന്ന് എന്നോട് പറഞ്ഞിരുന്നു, നാട്ടുകാരോടും പറഞ്ഞിരുന്നു. മനസ്സിലായില്ലേ? അപ്പോൾ ഞാൻ എന്ത് ചെയ്ത്? ബാപ്പ മരിച്ച ഉടനെ തന്നെ ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി ഏർപ്പാട് ചെയ്തപ്പോൾ നാട്ടുകാരെന്നോട് പറഞ്ഞു, ഇപ്പോൾ തന്നെ നിങ്ങൾ ചെയ്യല്ലേ. ഒന്നും ഇല്ലട്ടാ. ആ വീട്ടിൽ ഭക്ഷണം കൊടുത്താൽ എന്താ? ആ മയ്യത്ത് അവിടെ കിടക്കുന്നു, ഇവിടെ കുറച്ച് ആളുകൾ ഭക്ഷണം കഴിച്ചാൽ എന്താ? എന്താടോ ഈ പറഞ്ഞോണ? നിങ്ങൾ പറയണത് കേൾക്കി. അള്ളയും റസൂലും പറഞ്ഞതാ പറയേണ്ടത്, അല്ലാതെ നാട്ടുകാരെ വർത്താനല്ല. മയ്യത്ത് ആ റൂമിൽ കിടക്കുന്നു, ഇപ്പോൾ ആളുകൾ ഭക്ഷണം കഴിക്കുന്നു, അതിലെന്താ? ഇതൊരു സ്വതക്കല്ലേ? ആ കൂലിയും കൂടി ആ നിയ്യത്ത് ചെയ്താൽ അവർ കിട്ടൂലേ? അങ്ങനെ എന്ത് ചെയ്ത്? പിറ്റേ ദിവസം ബാപ്പ പറഞ്ഞതുപോലെ ചെയ്ത് ആയിരക്കണക്കായ ആളുകളെ അള്ളാന്റെ സഹായത്താൽ ആണും പെണ്ണും വീട്ടിൽ വന്നു. അവർക്ക് മുഴുവൻ നമ്മൾ ഭക്ഷണം ഏർപ്പാട് ചെയ്ത് ബാപ്പാന്റെ ഖബർ മറവ് ചെയ്യുന്നതോടുകൂടെ ഇവിടെ ഭക്ഷണം വിളമ്പി. വന്നവരെ മുഴുവനും ഭക്ഷണം കഴിച്ചു പോയി. അവര് അൽഹംദുലില്ലാ എന്ന് പറഞ്ഞു. ആ അൽഹംദുലില്ലാ മതിയല്ലോ ബാപ്പാക്ക്. അന്ന് കാരണവുമുണ്ട്. എന്താ കാരണം? പരിസരത്തെ പീടികകൾ തുറന്നിട്ടില്ല. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് ജില്ലയിൽ നിന്ന് വരെ വന്ന ആളുകളുണ്ട്. അവർക്ക് ഭക്ഷണം കിട്ടൽ ആവശ്യമല്ലേ? പറ. ഇല്ലെങ്കിൽ പിന്നെ 6-8 കിലോമീറ്റർ യാത്ര ചെയ്യണം. അവിടെ ചെന്നാൽ മര്യാദക്ക് ഒരു ഭക്ഷണം കിട്ടുമെന്ന് ഉറപ്പില്ല. അപ്പൊ നമ്മൾ 1-ാം നമ്പർ പോത്തിനെ അറുത്ത് എന്റെ നല്ല 1-ാം നമ്പർ നെയ്ച്ചോറും വെച്ച്, എന്നിട്ട് ബാപ്പാന്റെ മരണം കഴിഞ്ഞ് മറവ് ചെയ്തതോടുകൂടെ, മറവ് ചെയ്ത് പൂർത്തിയാണോടുകൂടെ വീട്ടിൽ എന്ത് ചെയ്ത് ചോറട് കൊടുത്ത് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ വന്ന ആളുകൾ മുഴുവനും അൽഹംദുലില്ലാ എന്ന് പറഞ്ഞു. ഈ അൽഹംദുലില്ലാന്റെ നേരമാണ് എന്റെ ബാപ്പാക്ക് ഹദിയാക്കിയിട്ടുണ്ട് ഞാനത് മുഴുവനും. ആ നേരത്താണ് ബാപ്പാന്റെ ഖബറിൽ അടക്കം ചെയ്ത മലക്കുകൾ വരിക. ആ സമയത്ത് ഇവിടെ ബാപ്പാന്റെ പേരിൽ എന്ത് നടക്കുന്നുണ്ട്? അൽഹംദുലില്ലാ, ജനങ്ങൾ ഭക്ഷണം കഴിച്ചു. അതും എന്റെ തോന്നലല്ല, ഇത് ആരുടെ കൽപ്പനയാണ്? ബാപ്പാന്റെ കൽപ്പനയാണ്. ബാപ്പാക്ക് അതിന് സമ്പത്തുണ്ട്.
ഭക്ഷണം കഴിച്ച 100% ആളുകൾ എന്നോട് പറഞ്ഞു അത്ര നല്ലൊരു ഭക്ഷണം അടുത്ത കാലത്തൊന്നും കഴിച്ചിട്ടില്ല. അൽഹംദുലില്ലാ. അതിന് 2 കാരണമുണ്ട്. ഒന്ന്, ആ ഭക്ഷണം നന്നായിരുന്നു. 2, വിശപ്പ്. മനസ്സിലായോ പറഞ്ഞത്? അതിലെന്താ തെറ്റുള്ളത്? എന്ത് തെറ്റുള്ളത്? ആയിക്കോട്ടെ, ഇപ്പുറത്ത് ഭക്ഷണം ഉണ്ടാക്കിയാൽ എന്താ തെറ്റ്? എന്ത് തെറ്റ്? എന്റെ ചോദ്യം, ശറയിൽ തെറ്റില്ല, ശറയിൽ തെറ്റില്ല, ശറയിൽ അതിൽ തെറ്റില്ല. പിന്നെ അതിലെന്താ പ്രശ്നം അറിയോ? ഞാൻ അവിടെ നാട്ടുകാർ പറഞ്ഞപ്പോ ഒതുങ്ങാൻ കാരണം എന്താ? അത് പിന്നെ ഒരു ആഘോഷാക്കി മാറ്റണ്ട. അതേ സമയത്ത് ഈ ഭക്ഷണം ആവശ്യമാണ്. ഏത് ഭക്ഷണം? പിറ്റേന്ന് മയ്യത്തെടുത്ത് നേരത്തെ ഭക്ഷണം ആവശ്യമുള്ള ഭക്ഷണമാണ്. അല്ല, അതിലും തെറ്റില്ല. ഈ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കിയാൽ തെറ്റ്. ഈ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കാത്തത് ഇവിടെ ഭക്ഷണത്തിൽ ഇബ്ലീസ് ചാടുമെന്ന് വിചാരിച്ചിട്ടല്ല. ഇവര് സ്വാഭാവികമായും ദുഃഖിതരല്ലേ. അപ്പൊ അയൽവീട്ടുകാരവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കൽ സ്വാഭാവികമാണ്. അല്ലാതെ ഈ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കുന്നത് തെറ്റൊന്നുമില്ല. അതിലെന്താ ഉത്തമം? അതിൽ പ്രശ്നം എന്താ? അല്ല, അതെ, അങ്ങനെ അല്ല. അവിടെ ഇപ്പൊ എന്താന്നറിയോ വൈത്തലെ, ഒരാൾ മരിച്ചു, അതിന്റെ ദുഃഖ സൂചകമായി നാട്ടുകാർ സഹകരണം ഉണ്ടായി, അത് ശരി തന്നെ. പക്ഷെ അതേ സമയത്ത് പ്രത്യേക ചില സർവീസുകൾ, ഹോട്ടല്, കൂൾബാർ, ഇതൊക്കെ പാടെ അടച്ചാൽ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രയാസം ഉണ്ടാവും. അത് ഒഴിവാക്കൽ തന്നെ നല്ലത്. അത് ഒഴിവാക്കലാണ് നല്ലത്. അല്ലെ, ഇസ്ലാമിൽ അതിലൊന്നുമില്ല. ഒരാൾ മരിച്ചാൽ പീടി അടക്കണമെന്ന് ഇസ്ലാമിലുണ്ടോ? ഒരാൾ മരിച്ചാൽ പീടിക അടക്കേണ്ടതാകുന്നു. ദുഃഖാനോ, പീടിക പൂട്ടപ്പെടേണ്ടതാണ്. ഇതാ മാത്തൽ മസറോ, അങ്ങനത്തെ ഒരു വരി ബുഖാരിയിലും മുസ്ലിമിലൊന്നും ഇല്ല. എന്താ പൂട്ടേണ്ട ആവശ്യം? പക്ഷേ മരിച്ച മനുഷ്യനോടുള്ള ഒരു ആദര സൂചകമായി ചെയ്യാറുണ്ട്. അതിൽ തെറ്റില്ല. പക്ഷെ അതേ സമയത്ത് ജനങ്ങൾ അന്നം പറ്റ വെള്ളം മുടക്കുന്ന അവസ്ഥയിലേക്ക് പോകാനും പാടില്ല. ജീവിച്ചിരിക്കുന്ന കാലത്ത് ഒരു മുറുക്ക് വെള്ളം കൊടുക്കാത്ത വാപ്പ മരിച്ചിട്ട് കൊടുത്താൽ എന്താണ്? മരിച്ചാൽ ബാപ്പാന്റെ മുതലല്ല, മക്കളുടെ മുതലാണ്. അവർ ഉദ്ദേശിക്കും പോലെ അവർക്ക് പ്രവർത്തിക്കാം. ഖൈറായ കാര്യം, തെറ്റില്ല. ഉറങ്ങാൻ കിടന്നാൽ സ്ഥിരമായി സ്ത്രീകളുമായി ശാരീരിക ബന്ധപ്പെടുന്നതായി കാണുകയും സ്ഖലനം സംഭവിക്കുകയും ചെയ്യുന്നു. എന്താണ് പരിഹാരം? ഇത് സ്ത്രീകളിലും ഉണ്ടാകുമോ? ഒരാള് എഴുതി ചോദിച്ച ഒരു ചോദ്യമാണ് ഇപ്പൊ പറഞ്ഞത്. അതായത്, ഉറങ്ങാൻ കിടന്നാൽ അയാള് സ്ത്രീ രൂപങ്ങളെ സ്വപ്നം കാണുകയും പിറ്റേന്ന് അയാൾക്ക് സ്ഖലനം സംഭവിച്ചതായി ബോധ്യപ്പെടുകയും ചെയ്യുന്നു. ഇതെന്താണ്? ഇത് മിക്കവാറും പൈശാചികമാവാൻ തന്നെയാണ് സാധ്യത. 100% പിശാച് അവരെ ഉപദ്രവിക്കുന്നത് കൊണ്ടായിരിക്കാം. ചിലപ്പോൾ ഇയാൾക്ക് ആശിക്കത്തായ ജിന്നിയത്തായ പെണ്ണുണ്ടായിരിക്കും. അയാളിൽ ആകൃഷ്ടയായ സ്ത്രീകൾ, മനസ്സിലായോ? ഈ സ്ത്രീകൾ, പുരുഷന്മാർ സ്ത്രീകളിൽ ആകൃഷ്ടരാകുന്നത് പോലെ സ്ത്രീകൾ പുരുഷന്മാരിൽ ഇങ്ങോട്ടും ആകർഷിതരാവുമല്ലോ. മഹാനായ സയ്യിദ്ന യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം പെണ്ണ് ഇങ്ങോട്ട് വന്നല്ലോ എന്നതുപോലെ ഒരാൾ ചോദിച്ചിരിക്കാണ്. എന്താ ചോദ്യം? ചോദ്യം, ഉറങ്ങാൻ കിടന്നാൽ സ്ത്രീ രൂപങ്ങൾ പ്രത്യക്ഷപ്പെടുകയും അവരുമായി ഇണബന്ധം നടക്കുന്നതായി മനസ്സിലാവുകയും പിന്നീട് അയാൾക്ക് സ്ഖലനം സംഭവിച്ചതായി പിറ്റേന്ന് പ്രഭാതത്തിൽ ബോധ്യപ്പെടുകയും ചെയ്യുന്നു. ഇതിൽ 100% സാധ്യത ജിന്നിയത്തായ പെണ്ണുങ്ങൾ ഒപ്പിക്കുന്ന പണിയായിരിക്കും എന്നാണ്. ഇതൊന്നും കേവലം സ്വപ്നമാണെന്ന് വിചാരിക്കേണ്ട. നേരെ തിരിച്ച് അപ്പുറത്തും സംഭവിക്കും. ആരില്? സ്ത്രീകള് നേരെ ഉറങ്ങാൻ കിടന്നാൽ ഇതുപോലെ കാണും. പിറ്റേ ദിവസം അവർക്ക് കുളി നിർബന്ധമാകുന്ന അടയാളങ്ങളും കാണാം. ഇത് അടിസ്ഥാനപരമായും ഈ പിശാചുക്കളുടെ കളിയാണ്, കേവലം സ്വപ്നങ്ങളല്ല. എന്താണ് പരിഹാരം? പരിഹാരം ഇസ്തിആനത്ത് തന്നെ, കാവൽ ചോദിക്കുക. ഇത്തരം
കാര്യങ്ങൾ കലശലായാൽ ഉറങ്ങുന്നതിന് മുമ്പ് 41 ഫലക്ക് 41 നാസ് എന്നിവ ഓതുന്നത് നല്ലതായിരിക്കും. ഫലക്ക് 41, നാസ് 41. എന്നിട്ട് അഊദു ബികലിമാത്തില്ലാഹി താമ്മാത്തി മിൻ ഗളബിഹി വഇഖാബിഹി വമിൻ ശർരി ഇബാദിഹി വമിൻ ഹമസാത്തി ശയാത്വീനി വഅൻ യഹ്ദുറൂൻ എന്ന് 3 തവണ ചൊല്ലുക. അള്ളാന്റെ ഒളബ് ഉണ്ടാവുമ്പോൾ അള്ളാന്റെ ഒരു അധികാരം, അള്ളാന്റെ സഹായം നമുക്ക് ഒഴിവാവും. അപ്പൊ ശത്രുവായ ഇബ്ലീസ് നമ്മൾ ആക്രമിക്കും. അതിനെക്കുറിച്ച് അതും മതി. പക്ഷെ എങ്കില് ഓരോന്നിനും ഓരോ മരുന്നുണ്ട്. അത് പൊതുവായ മരുന്നാണ്, ഇത് കുറച്ച് കട്ടിയാണ്. ആയത്തുൽ കുർസി കൊണ്ട് നിങ്ങൾക്ക് അത് പോയി കിട്ടുകയാണെങ്കിൽ അൽഹംദുലില്ലാ. ചിലത് എന്താ വേണ്ടിയെന്നറിയാം, ചിലത് കുറച്ച് പണിയെടുത്ത് കളയേണ്ട സാധനം ഉണ്ടാവും. ഞാൻ ഈ പറയുന്നത് ഇങ്ങനത്തെ ഒരു സംഗതി എപ്പോഴെങ്കിലും ഒരു ഉപദ്രവമല്ല. ഇതൊരാൾക്ക് സ്ഥിരമായി കണ്ടാൽ അയാൾ വേഗം എന്താ ചെയ്യേണ്ടത്? ഫസ്റ്റ് എയ്ഡ് 41 ഫലക്ക് 41 നാസ് എന്ന് ചൊല്ലിയതിനു ശേഷം അഊദു ബികലിമാത്തില്ലാഹി താമ്മാത്തി മിൻ ഗളബിഹി വഇഖാബിഹി വമിൻ ശർരി ഇബാദിഹി വമിൻ ഹമസാത്തി ശയാത്വീനി വഅൻ യഹ്ദുറൂൻ. അഊദു കലിമാത്തിൽ. അങ്ങനത്തെ പെണ്ണുങ്ങൾക്ക്, പെണ്ണിനോ ആണിനോ ഇത്തരം എതിർ ലിംഗത്തിൽപ്പെട്ട ആളുകളെ കൊണ്ട് ഉപദ്രവം ഉറക്കിലോ മറ്റോ തോന്നിയാൽ ഉറങ്ങുന്നതിന് മുമ്പ് 41 ഫലക്ക് 41 നാസ് എന്നിവ ഓതിയതിനു ശേഷം അഊദു ബികലിമാത്തില്ലാഹി താമ്മാത്തി മിൻ ഗളബിഹി വഇഖാബിഹി വമിൻ ശർരി ഇബാദിഹി വമിൻ ഹമസാത്തി ശയാത്വീനി വഅൻ യഹ്ദുറൂൻ. അതും ഒരു വകുപ്പാണ്, ഇതും റസൂലുള്ള പഠിപ്പിച്ച വകുപ്പാണ്, അതും റസൂലുള്ള പഠിപ്പിച്ച വകുപ്പാണ്. അതുകൊണ്ട് പോയി കിട്ടുമെങ്കിൽ ആയിക്കോട്ടെ, അതുകൊണ്ട് പറ്റുമെങ്കിൽ അത് ഓരോന്നിനും അവനവന്റെ ഈമാന്റെ കട്ടിയാണ്. പെങ്ങളാ പറഞ്ഞത് കൊണ്ട് പറ്റും. അത് ചൊല്ലിയിട്ട് വിഷം കുടിച്ചിട്ടുണ്ട് ഖാലിദ് റളിയല്ലാഹു അൻഹു ജൂതന്മാരെ മുന്നിൽ. ഞങ്ങളെ റബ്ബിന്റെ നാമം ഉച്ചരിച്ച് വിഷം കുടിച്ചാൽ വിഷമേൽക്കൂലെന്ന് പറഞ്ഞു. ആര്? ഖാലിദ് ബിൻ വലീദ്. എന്നിട്ട് ഇത് ചൊല്ലി ഒപ്പര് ചെല്ലിയ മാഷ ചെല്ലിയ എന്ത്? ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർദി വലാ ഫിസ് സമാഇ വഹുവ സമീഉൽ അലീം എന്ന് ചൊല്ലിയിട്ട് വിഷം കുടിച്ചു. ഫലം യദുറഹു, ഒരു പ്രയാസവും ബുദ്ധിമുട്ടുണ്ടായതുമില്ല. അങ്ങനത്തെ സംഭവം ചരിത്രത്തിൽ കാണുന്നുണ്ട്. അത് അവനവന്റെ ഈമാന്റെ കട്ടിയാണ്. ഉപദ്രവം അധികരിച്ചാൽ ഉറങ്ങിയാൽ സ്ത്രീ രൂപങ്ങളെ കാണുക, എന്നിട്ട് നേരം വെളുത്താൽ സ്ഖലനം സംഭവിച്ചതുപോലെ പുരുഷന്മാർക്ക് തോന്നുക, തിരിച്ചും തോന്നുക. എങ്ങനെ തിരിച്ച്? സ്ത്രീകളിലും ഉറങ്ങാൻ കിടന്നാൽ പുരുഷ രൂപങ്ങളെ കാണുകയോ അനുഭവപ്പെടുകയോ പിന്നീട് കുളി നിർബന്ധമാകുന്നതോ അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ അനുഭവിച്ചതിന്റെ അടയാളങ്ങളോ ബോധ്യപ്പെടുക. ഇത്തരം കാര്യങ്ങൾ സാർവത്രികമായ ആളുകൾ ഇത് തികച്ചും എന്താണ്? പൈശാചികമാണ്. ഇതിന്റെ ഫസ്റ്റ് എയ്ഡ് ആണ് ഞാൻ പറഞ്ഞത്. ഇത് മാത്രമല്ല, ഇതിന്റെ ഫസ്റ്റ് എയ്ഡ് ആണ് ഞാൻ എന്ത് പറഞ്ഞത്? 41 ഫലക്ക് ഉറങ്ങുന്നതിന് മുമ്പ് 41 നാസ്, എന്നിട്ട് അഊദു ബികലിമാത്തില്ലാഹി താമ്മാത്തി മിൻ ഗളബിഹി വഇഖാബിഹി വമിൻ ശർരി ഇബാദിഹി വമിൻ ഹമസാത്തി ശയാത്വീനി വഅൻ യഹ്ദുറൂൻ എന്ന് ചൊല്ലുക. ഇത് നല്ലതാണ്. സിഹറിന്റെ ഉത്ഭവം എങ്ങനെയാണ്? സിഹിർ ഏത് കാലഘട്ടത്തിലും ഉണ്ടായിട്ടുണ്ട്. പിശാചുള്ള കാലത്തോളം സിഹിറും ഉണ്ടാവും. ആദം അലൈഹിസ്സലാത്തു വസ്സലാം ഭൂമിയിൽ ഇറങ്ങിയതോടുകൂടെ, അതായത് പിശാചിന്റെ മുഖ്യമായ കർമ്മമാണ് എന്ത്? സിഹിർ. അതായത് പിശാച് നേരിട്ട് എന്ത് ചെയ്യുന്നറിയോ? പിശാച് നേരിട്ട് മനുഷ്യനെ ഉപദ്രവിക്കും. ചിലപ്പോൾ ചില ചേരുവകൾ കൂട്ടി ഉപദ്രവിപ്പിക്കാനുള്ള അവസരങ്ങൾ ഒരുക്കും. ആ ഉപദ്രവിപ്പിക്കലാണ് എന്ത്? സിഹിർ. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഭൂമിയിൽ ഇറങ്ങുന്നതോടുകൂടെ ആരും ഇറങ്ങിയിട്ടുണ്ട്? ഇബ്ലീസ്. വമാ അൻത ഇല്ലാ സാഹിറുൻ, നീ ഒരു സാഹിർ മാത്രമാണ് എന്ന് നൂഹ് നബിയോട് പറഞ്ഞിട്ടുണ്ട്. നൂഹ് നബിയുടെ നാട്ടുകാര്. അപ്പൊ അന്ന് എന്തുണ്ട്?
സിഹിറുണ്ട്. ആദ്യത്തെ റസൂലാണ് നോഹ് നബി. ആദ്യത്തെ റസൂലാണ് നോഹ് നബി. ആദ്യത്തെ ശരീഅത്താണ് നോഹ് നബിയുടെ ശരീഅത്ത്. അവര് നോഹ് നബി വന്നപ്പോൾ അവര് പറഞ്ഞു ഇത് സിഹറാണ്. അപ്പോൾ അവർക്കിടയിൽ എന്ത് പ്രചാരത്തിലുണ്ട്? സിഹർ. നബിയും റസൂലും തമ്മിലുള്ള വ്യത്യാസം, അള്ളാഹുവിൽ നിന്ന് വഹയി ലഭിക്കുക, മനസ്സിലായില്ലേ? എന്നാൽ ആരായി? നബിയായി. പ്രബോധനം കൊണ്ട് കൽപ്പനയുണ്ടെങ്കിൽ റസൂലായി. ആദം നബി മാത്രമാണ് അലൈഹിസ്സലാം. ആദ്യത്തെ റസൂലാണ് ആര്? നോഹ് അലൈഹിസ്സലാം തന്നെ. അപ്പൊ ഇങ്ങനെ സംഭവിക്കാം, ഇങ്ങനെയൊക്കെ സംഭവിക്കാം. വിരോധമില്ല. ഹാറൂത്ത് മാറൂത്തുമായി ബന്ധപ്പെട്ട കാര്യം അൽ ബഖറയിലുണ്ട്. അതെന്താണ് അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ, ബഹുമാനപ്പെട്ട ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൽ രേഖപ്പെടുത്തി മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൽകിയ ഒരു വിശദീകരണം സ്വഹീഹായ കിതാബുകളിൽ കാണാം. എങ്ങനെ? മനുഷ്യര് രക്തച്ചൊരിച്ചിൽ ഉണ്ടാക്കുന്നവരല്ലേ, കുഴപ്പമുണ്ടാക്കുന്നവരല്ലേ എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹു പറഞ്ഞു, നിങ്ങൾക്കറിയാത്ത പലതും ഞാൻ അറിയും. എന്നിട്ട് അവരുടെ കഴിവ് നിങ്ങൾക്ക് നൽകിയാൽ അവരെക്കാൾ നിങ്ങൾ ഫസാദ് ഉണ്ടാക്കുന്നവരാകും എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ അറിയിക്കുകയും രണ്ട് മലക്കുകളെ മലക്കിയായ അവസ്ഥയിൽ നിന്ന് മാറ്റിയിട്ട് ബശരിയായ അവസ്ഥയിലേക്കാക്കി മാറ്റി. മനസ്സിലായോ? എന്നിട്ട് അവരെ ഭൂമിയിൽ അയച്ചു. അപ്പോൾ ഇവർ പല കുഴപ്പത്തിനും കാരണക്കാരായി. അല്ലല്ല, അതിനൊക്കെ മുമ്പ്. അതായത് ഈ ഹാറൂത്ത് മാറൂത്ത് എന്ന രണ്ട് മലക്കുകളെ പറ്റി പറയാം. ഇവർ അടിസ്ഥാനപരമായി ആരായിരുന്നു? മലക്കുകളായിരുന്നു. പക്ഷേ മലക്കുകൾ മനുഷ്യരെ ആക്ഷേപിച്ചപ്പോൾ എന്താ ആക്ഷേപം? ഇത്ര വലിയ രക്തച്ചൊരിച്ചിൽ ഉണ്ടാക്കുന്നവരെയും ഫസാദ് ഉണ്ടാക്കുന്നവരെയും ഭൂമിയിലേക്ക് നിയോഗിക്കണമോ എന്ന് പറഞ്ഞപ്പോ അല്ലാഹു തആല പറഞ്ഞു, അവർക്ക് ഞാൻ കൊടുത്ത കഴിവും സ്വാതന്ത്ര്യവും നിങ്ങൾക്ക് നൽകിയാൽ അതിനേക്കാൾ ഫസാദ് നിങ്ങൾ ഉണ്ടാക്കും. അപ്പോൾ രണ്ട് മലക്കുകളെ, ഹാറൂത്ത് മാറൂത്ത് എന്ന രണ്ട് മലക്കുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കിയായ അവസ്ഥയിൽ നീക്കി ബശരിയായ അവസ്ഥ നൽകി. രൂപത്തിൽ ഭൂമിയിൽ ഇറക്കി. സ്ത്രീയെ കണ്ടപ്പോൾ, സുന്ദരിയായ പെണ്ണിനെ കണ്ടപ്പോൾ അവർ ആകൃഷ്ടരായി. ഇപ്പോൾ അവരാരല്ല? മലക്കുകളല്ല, മനുഷ്യരാണ്. അപ്പോൾ ഈ പെണ്ണ് അവരോട് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് വിധേയരാകണമെങ്കിൽ നിങ്ങൾ ശിർക്ക് ചെയ്യണം. അപ്പോൾ ഇവര് പറഞ്ഞു, ഞങ്ങൾ ശിർക്ക് ചെയ്യൂല. അപ്പോൾ ഇവര് പറഞ്ഞു, ഈ പെണ്ണ് പറഞ്ഞു, എന്നാൽ നിങ്ങൾ ആരെങ്കിലും കൊല്ലണം. അപ്പോൾ ഇവര് ഈ ബശറുകൾ പറഞ്ഞു, ഞങ്ങൾ കൊല്ലൂല. അവസാനം ഈ പെണ്ണ് പറഞ്ഞു, എന്നാൽ നിങ്ങൾ മദ്യപിക്കണം. അപ്പോൾ അവർ മദ്യം കഴിച്ചു. മദ്യം കഴിച്ചപ്പോൾ അവർ സ്വാഭാവികമായും എന്ത് ചെയ്തു? ശിർക്കും ചെയ്ത് കൊലപാതകവും നടത്തി. മനസ്സിലായോ പറഞ്ഞത്? ഖാല ഇന്നി അഅലമു മാ ലാ തഅലമൂൻ, നിങ്ങൾ അറിയാത്ത പലതും എനിക്കറിയാം എന്ന് പറഞ്ഞാൽ മനുഷ്യർക്ക് ഈ കഴിവുകളൊക്കെ ലഭിച്ചിട്ടും സ്വാതന്ത്ര്യം ലഭിച്ചിട്ടും അവർ എന്റെ ത്വാഅത്തിനായി നിൽക്കുന്നു എന്നത് അത്ഭുതമാണ്. എന്നാൽ നിങ്ങളെപ്പോലും അവരെ സ്വാതന്ത്ര്യവും കഴിവും നിങ്ങൾക്ക് നൽകിയാൽ നിങ്ങളും നാശമായേക്കാം എന്നതിന് തെളിവായി പറഞ്ഞയച്ച് കാണിച്ചതാണ് ആരെ? ഹാറൂത്തിനെയും മാറൂത്തിനെയും. ഇതാണ് ഒരഭിപ്രായം. അവർ പിന്നെ സെഹർ, അവർ വഴിയായി ലോകത്തെ സെഹർ പ്രചരിപ്പിക്കപ്പെട്ടു എന്നും ഒക്കെയുള്ള വിശദീകരണങ്ങൾ കാണാം. എന്നുണ്ട് ബാബിലോണിയയിൽ ഒരു മരത്തിൽ അവരെ കെട്ടിത്തൂക്കി എന്നാണ് പ്രധാന പക്ഷം. ആ മരം ഇപ്പോഴും ബാബിലോണിയയിൽ കാണാം. ഒരു മരത്തിൽ അവരെ കെട്ടിത്തൂക്കി. മാബൈനസ്സമായി വല്ലർദി, ഭൂമിയുമല്ല മുകളിലുമല്ലാത്തതിന്റെ ഇടയിൽ അവരെ കെട്ടിത്തൂക്കി എന്ന റിവായത്ത് പ്രസിദ്ധവുമാണ്. ശിക്ഷയായിട്ട് ഖിയാമത്ത് നാൾ വരെ അവരവിടെ മുഅല്ലഖീങ്ങളായി കെട്ടിത്തൂക്കപ്പെട്ട നിലയിൽ ആയിരിക്കുകയും ചെയ്യും ആണ്. പക്ഷെ ഇതൊരു പരീക്ഷണമാണ്. അത് അവർ സമ്മതിക്കുമ്പോൾ മാത്രമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ചെയ്യുക. മനസ്സിലായില്ല? ഇപ്പൊ ഈ
കാരശ്ശേരി പുഴ നീന്തിയാല് വെള്ളം കുടിച്ച് പള്ളം അറിയും എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞേ. ഇനി വേണമെങ്കിൽ നിങ്ങളെ കൂട്ടത്തിൽ ആരെങ്കിലും തയ്യാറാവുമെങ്കിൽ ഞാൻ നിങ്ങളെ വെള്ളത്തിലിറക്കി കാണിച്ചു തരാന്ന് പറഞ്ഞേ. അപ്പോൾ നിങ്ങൾ രണ്ടാളും പറഞ്ഞേ എന്ത്, എന്നാ കാരശ്ശേരി പുഴ നീന്താൻ ഞങ്ങൾ തയ്യാറാണ്. അപ്പോൾ സ്വാഭാവികമായും കാണിക്കപ്പെട്ടു. അല്ലാതെ അള്ളാഹിനോട് അതിക്രമം ചെയ്യൂല. ഇവർ മുന്നോട്ട് വന്നു, എന്നാ ബശരിയായ അവസ്ഥ ഞങ്ങൾക്ക് നൽകി കാണിച്ചുകൊണ്ട് പടച്ചോനെ. അപ്പൊ അള്ളാഹു അവരെ ബശറാക്കി കൊടുത്തു. ആ ഇന്നമാൻ ഹനഫിത്തിന അവർ വന്ന് പറയുകയും ചെയ്തു ഞങ്ങളൊരു പരീക്ഷണമാണ്. അത് അതിലൊക്കെ സ്വാഭാവികമായും പലതും ഉണ്ടാവുമല്ലോ. അവരതിന് തയ്യാറായപ്പോൾ ആ പരീക്ഷണത്തിൽ അവർ പരാജയപ്പെടും എന്നത് നേരത്തെ അള്ള പറഞ്ഞിട്ടുണ്ട്. ബാക്കി രഹസ്യം അല്ലാഹു അഅലം. മനുഷ്യരെ റാഞ്ചിക്കൊണ്ട് പോകുമോ, കൊലപ്പെടുത്തുമോ? ജിന്നുകൾ മനുഷ്യരെ റാഞ്ചിക്കൊണ്ട് പോകുമോ, കൊലപ്പെടുത്തുമോ? റാഞ്ചിക്കൊണ്ട് പോകും, കൊലപ്പെടുത്തും. പ്രഗൽഭ അൻസ്വാരികളുടെ നേതാവായ സഅദ് ബിൻ ഉബാദയെ ജിന്നുകൾ റാഞ്ചിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയതാണ്. പ്രഗൽഭ സ്വഹാബിയായ സഅദ് ബിൻ ഉബാദ റളിയല്ലാഹു അൻഹുവിനെ ജിന്നുകൾ റാഞ്ചിക്കൊണ്ടുപോയി കൊലപ്പെടുത്തി എന്ന് പരിശുദ്ധ ഹദീസ് ഗ്രന്ഥങ്ങളിലും മറ്റും താരീഖിന്റെ ഗ്രന്ഥങ്ങളിലും വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രഗൽഭ സ്വഹാബിയാണല്ലോ ആര്? സഅദ് ബിൻ ഉബാദ റളിയല്ലാഹു അൻഹു. അതിന് കാരണം അദ്ദേഹം ജിന്നുകളെ കളിയാക്കി പാട്ട് പാടിയിരുന്നു അത്രേ. സഅദ് ബിൻ ഉബാദ സഅദ് പ്രഗൽഭ സ്വഹാബിയായ സഅദ് ബിൻ ഉബാദ റളിയല്ലാഹു അൻഹുവിനെ ജിന്നുകൾ റാഞ്ചിക്കൊണ്ട് പോവുകയും പിന്നെ കൊലപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. സ്വഹാബിയെ ആണ് കൊന്നത് ജിന്നുകള്. അപ്പോൾ ജിന്നുകൾ മനുഷ്യരെ റാഞ്ചിക്കൊണ്ടുപോയി പോകാം, കൊന്നൂടെ, കൊല്ലാം. വേറെ ഒരാളെ മഹാനായ സയ്യിദുനാ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ 4 വർഷം കാണാതായ ഒരു സംഭവം, ഉമർ റളിയല്ലാഹുവിന്റെ ഖിലാഫത്ത് നടന്ന കാലത്ത് നടന്ന സംഭവങ്ങളെ രേഖപ്പെടുത്തിയ ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാം. മദീനയിൽ ഒരാളെ 4 വർഷം കാണാതായി. 4 വർഷം കാണാതായി. 4 വർഷം കഴിഞ്ഞപ്പോൾ അയാൾ തിരിച്ചെത്തി മദീനയിലേക്ക്. അപ്പോൾ ചോദിച്ചു, എന്താ നിങ്ങൾക്ക് സംഭവിച്ചത്? അയാൾ പറഞ്ഞു, ഒരു സംഘം ജിന്നുകൾ എന്നെ കൊണ്ടുപോയിട്ട് ജയിലിലിട്ടു. ഞാൻ സ്ഥിരമായി അള്ളാഹുവിന്റെ കലാം ഓതി, പരിശുദ്ധ കലാം ഓതി ഞാൻ അള്ളാഹുവിനോട് യാചിച്ചു കൊണ്ടിരുന്നു. അവസാനം മുസ്ലിമീങ്ങളായ ജിന്നുകൾ വന്നു. എന്നിട്ട് എന്നെ ഹബസിലിട്ട കുഫാറിന്റെ ജിന്നുകളോട് യുദ്ധം ചെയ്യുകയും എന്നെ മോചിപ്പിക്കുകയും മദീനയിൽ എത്തിച്ചു തരുകയും ചെയ്തു. ഈ സംഭവം ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു അംഗീകരിച്ചു. ഉമറിന്റെ നാവിൽ സത്യമേ വെളിപ്പെടുന്ന മുത്ത് മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ടാണ് ഇത് തെളിവാണത്. മനസ്സിലായ പറഞ്ഞത്? ചോദ്യക്കാരന്റെ ചോദ്യം എന്താ? ചോദ്യക്കാരന്റെ ചോദ്യം, ജിന്നുകൾ മനുഷ്യരെ റാഞ്ചിക്കൊണ്ട് പോകാമോ? പോകാം. കൊല്ലാമോ? കൊല്ലാം. ജയിലിലിടാമോ? ജയിലിലിടാം. ഇനി ആ തെളിവ് പറയാം. സഅദ് ബിൻ ഉബാദ എന്ന പ്രഗൽഭ അൻസ്വാരികളുടെ നേതാവായ സ്വഹാബിയെ റാഞ്ചിക്കൊണ്ടുപോയി ആര്? ജിന്നുകൾ. എന്നിട്ട് കൊലപ്പെടുത്തുകയും ചെയ്തു. അവരെ കളിയാക്കിയിരുന്നു, പാട്ട് പാടിയിരുന്നു എന്നതാണ് കാരണം. ഇദ്ദേഹം പ്രഗൽഭ സ്വഹാബിയാണ്. സഅദ് ബിൻ ഉബാദ റളിയല്ലാഹു അൻഹു പ്രഗൽഭ സ്വഹാബിയാണ്. അപ്പോൾ ജിന്നുകൾ മനസ്സിലായില്ലേ? റാഞ്ചിക്കൊണ്ട് പോകാം, കൊല്ലാം. ആരെ കൊന്നത് പോലെ. പിന്നീട് മദീനയിൽ അനവധി കാലം ജനങ്ങൾ കൂടിയെടുത്തെല്ലാം പാട്ട് കേൾക്കും. ഞങ്ങളാണ് സഅദിനെ കൊന്നത് എന്ന് പോലത്തെ പാട്ടുകൾ ആര് പാടും? അശരീരി. ആളെ കാണൂല. അപ്പൊ ആരാ പാടുന്നത്? ജിന്നുകൾ.
സയ്യിദുൽ അൻസാറിനെ ഞങ്ങൾ കൊന്നല്ലോ എന്ന പോലത്തെ പാട്ടുകൾ ഇങ്ങനെ പാടുക. അശരീരി ആളെ കാണൂല. ഇദ്ദേഹം പ്രഗത്ഭ സ്വഹാബിയാണ്. ആര്? സഅദ് ഇബ്നു ഉബാദ റളിയല്ലാഹു അൻഹു. അപ്പൊ റാഞ്ചിക്കൊണ്ട് പോകാം, കൊല്ലാം, വേറെ റാഞ്ചിക്കൊണ്ട് പോകാം, ജയിലിലിടാം. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് മദീനയിൽ ഒരു ചെറുപ്പക്കാരനെ 4 വർഷത്തോളം കാണാതെയായ ഒരു സംഭവം ഉമറിന്റെ കാലത്തെ ഭരണപരമായ കാര്യങ്ങളും തീരുമാനങ്ങളുമുള്ള ഗ്രന്ഥങ്ങളിൽ കാണുന്നുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ടാവാ തീർന്നില്ല. 4 വർഷം ഒരാളെ കാണാതായി. അങ്ങനെ അയാൾ തിരിച്ചു വന്നു. 4 വർഷം കഴിഞ്ഞ് മദീനയിൽ തിരിച്ചെത്തി. അപ്പൊ ആളുകൾ അയാളോട് ചോദിച്ചു, എന്താണ് ഈ സംഭവം? അപ്പോൾ പറഞ്ഞു, ഒരു സംഘം ജിന്നുകൾ എന്നെ റാഞ്ചി കൊണ്ടുപോയി ജയിലിലിട്ടു. സ്ഥിരമായി ഞാൻ ഖുർആൻ ആയത്തോതിയിട്ട് അള്ളാഹിനോട് യാചിച്ചിരുന്നു ഇതിന് രക്ഷപ്പെടാൻ. അവസാനം മുസ്ലിംകളായ ജിന്നുകൾ വന്നിട്ട് എന്നെ ഹബസിലിട്ട കുഫാർ ജിന്നുമായി യുദ്ധം ചെയ്തു. എന്നിട്ട് എന്നെ മോചിപ്പിക്കുകയും എന്നെ മദീനയിൽ എത്തിച്ചു തരികയും ചെയ്തു. അപ്പൊ അതൊക്കെ സംഭവിക്കാം. അതിനിടയ്ക്ക് ഒരാൾ ചോദിച്ചല്ലോ, ജിന്നുകൾക്ക് അങ്ങാടി ഉണ്ടോ? ഉണ്ടാവും. അവർക്ക് അവരുടേതായ കൈകാര്യ ബന്ധങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. അവരുടേതായ പഠനങ്ങൾ ഉണ്ടാവും. അവർക്ക് അവരുടേതായ മദ്രസകൾ ഉണ്ടാവും. അവർക്ക് അവരുടേതായ സ്കൂളുകൾ ഉണ്ടാവും. മനുഷ്യരിലുള്ള പാർട്ടികളെല്ലാം ഒരാൾ അങ്ങനെ ചോദിച്ചിട്ടുണ്ട്, ജിന്നുകളിൽ എത്ര സംഘങ്ങളുണ്ട്? മനുഷ്യരിൽ എത്ര സംഘങ്ങളുണ്ടോ അത്ര സംഘങ്ങളോ അതിലേറെയോ എന്തിലുമുണ്ട്? ജിന്നുകളിലുണ്ട്. ജിന്നിൽ കോൺഗ്രസും ഉണ്ട്, ജിന്നിൽ കമ്മ്യൂണിസ്റ്റ് ഉണ്ട്, ജിന്നിൽ ലീഗ് ഉണ്ട്, ജിന്നിൽ BJP ഉണ്ട്, ജിന്നിൽ EK ജിന്നുണ്ട്, AP ജിന്നുണ്ട്, സമസ്ത ഉണ്ട്, എല്ലാം ഉണ്ട്. മുജാഹിദ് ജിന്നുണ്ട്, ജമാഅത്ത് ജിന്നുണ്ട്, SDP ജിന്നുണ്ട്, എല്ലാം ഉണ്ട്. അത് വേറെ വകുപ്പ്. അത് കോൺഗ്രസ് ലീഗിൽ പെടൂല. ഇഫ്രീത്ത് ജിന്ന് വേറൊരു തരം പാർട്ടിയാണ്. കരുത്തുള്ള ഒരു വിഭാഗം അല്ല, കരുത്തുള്ളവര്. ജിന്നുകളുടെ ഉത്ഭവം മാരിജുമിന്നാറിൽ നിന്ന് അള്ളാഹു പടച്ച വിഭാഗമാണ് ജിന്ന്. അവരുടെ ബാപ്പയാണ് ഇബ്ലീസ്. ആദം അലൈഹിസ്സലാത്തു വസ്സലാം ഭൂമിയിൽ ഇറങ്ങുമ്പോൾ അയാൾ ഇറങ്ങിയിട്ടില്ലേ? അന്ന് മുതൽ അയാൾക്ക് മക്കളുണ്ടല്ലോ. അഫതത്തഖിദൂനഹു വദുർരിയതഹു ഔലിയാഅ മിൻ ദൂനി വഹും ലക്കും അദുവ്വുൻ ബിഇസ ലിൽവാലിമീന ബദലാ. അൽ കൗഫ്. അവനെയും അവന്റെ മക്കളെയും നിങ്ങൾ സഹായികളാക്കുകയാണോ? പെണ്ണുണ്ടാവും, ആണുണ്ടാവും, ആയിക്കോട്ടെ. അവനിൽ നിന്ന് തന്നെ അവൻ അള്ളാഹു എണ്ണയെ പടച്ചു കൊടുത്തു. ഈ മുസ്ലിം ജിന്നുകളോ ആദം ബാപ്പാന്റെ മക്കളിൽ കാഫിർ ഉണ്ടാവുമ്പോൾ ഇബ്ലീസിന്റെ മക്കളിൽ മുസ്ലിം ഉണ്ടാവുന്നതിൽ എന്ത് തെറ്റാണ്? എളുപ്പം മനസ്സിലാക്കാതെ. ആദം ബാപ്പാന്റെ മക്കളിൽ എന്തുണ്ടല്ലോ? അല്ലാത്ത വേറൊരു ഔലിയപ്പാപ്പ ഇവിടെ ഇറങ്ങിയിട്ടില്ലല്ലോ. പറയൂട്ടിയെ, ഇവിടെ ആകെ ഒരു ആരെ ഇറങ്ങിയിട്ടുള്ളൂ? ആദം ബാപ്പ. നബിയുമാണ്, സ്വാലിഹാണ്, അള്ളാഹു തെരഞ്ഞെടുത്ത മഹാനാണ് സയ്യിദുനാ ആദം. അവരെ മക്കളിൽ കാഫിർ ഉണ്ടായില്ലേ? എന്നതുപോലെ ഇബ്ലീസിന്റെ മക്കളിൽ മുഅ്മിനുണ്ടാവും. ഇങ്ങോട്ടും ഇവിടുന്ന് അപ്പുറത്തേക്ക് ആടും, അവിടുന്ന് ഇപ്പുറത്തേക്ക് ആടും. സിഹർ ബാധിച്ചപ്പോൾ എങ്ങനെ ചികിത്സിച്ചു? അതിനു വേണ്ടി ബഹുമാനപ്പെട്ട സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം 11 ആയത്തുകൾ കൊണ്ടും ഇറങ്ങി. മന്ത്രിച്ചു. ഹബീബ റസൂലുള്ളാഹിന്റെ മൂർത്താവ് മുതൽ കാൽപാദം വരെ മന്ത്രിച്ചു സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം. ഈ ആയത്ത് ഓതിയിട്ട് സിഹർ ചെയ്തത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടി കഷ്ണം, അവിടുന്ന് വാർന്നിരുന്ന ചീർപ്പ്, അതിന്റെ പല്ലുകള്, മുടി കഷ്ണം, നഖത്തിന്റെ കഷ്ണങ്ങൾ എന്നിവ കൈവശപ്പെടുത്തി ഒരു ജൂതനായ ബാലൻ നബിയുടെ വീട്ടിൽ ജോലിക്ക് നിന്നിരുന്നു. ആ കുട്ടിയെ ലബീദ് ബിൻ ആസം എന്ത് ചെയ്ത് കൈവശപ്പെടുത്തി. അങ്ങനെയാണ് എന്ത് ചെയ്തത്? ഹബീബ റസൂലുള്ളാഹിക്ക് സിഹർ ചെയ്തത്. അത് പുരുഷ പൂങ്കുലയിലാക്കി, ഈത്തപ്പനയുടെ പുരുഷ പൂങ്കുലയിലാക്കിയിട്ട് അതിന്മേൽ
11 കെട്ടുകൾ കെട്ടി ദിർവാൻ കുളത്തിന്റെ അടിയിലെ കല്ലിനടിയിൽ കൊണ്ടുപോയി വെച്ചു. പിന്നീട് അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ റസൂലുള്ള പറഞ്ഞയച്ചു. ദിർവാൻ കുളത്തിലെ കല്ലിന്റെ അടിയിൽ കൊണ്ടുപോയി വെച്ചു. ഈ സംഭവം ബുഖാരിയിലുണ്ട്. ആ കുളം പിന്നെ മണ്ണിട്ട് മൂടാൻ ഈ സിഹറിന്റെ കട്ടി കാരണം ദിർവാൻ കുളത്തിലെ വെള്ളം മൈലാഞ്ചി കളറായി മാറി. അത് മണ്ണിട്ട് മൂടാൻ റസൂലുള്ളാഹി തങ്ങൾ കൽപ്പിച്ചു. ഇത് തിരിച്ചയക്കരുതോ എന്നൊരാൾ നബിയോട് ചോദിച്ചു. അപ്പോൾ റസൂലുള്ള പറഞ്ഞു, ഷഫാനി റബ്ബി, എനിക്ക് എന്റെ റബ്ബ് ശിഫ നൽകി, ഇനി ഒരു ഫിത്ന ഉണ്ടാക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. പോക്കുവരവ് എന്നത് സത്യമാണോ? ഇത് എങ്ങനെ മനസ്സിലാക്കാം? പോക്കുവരവുകൾ സത്യമാണോ? സത്യമാവാം. പിശാചിന്റേതായ, ഇപ്പൊ നിങ്ങളൊരു മുസ്ലിമായ മനുഷ്യനാണല്ലോ, നിങ്ങൾ സ്ഥിരമായി നിങ്ങളെ പള്ളിയിൽ പോകുന്നത് പോലെ അവർക്ക് അവരുടെ ആരാധനാ കേന്ദ്രം ഉണ്ടാവും. അവർക്ക് അവിടെ അതിനനുസരിച്ച് അവർ പോകും. അവർക്ക് വിവിധങ്ങളായ പ്രതിഷ്ഠകളും ശിർക്കുകളും ഉണ്ടാവും. അത് ഓരോന്നിന്റെ ആളുകൾ അതിലേക്ക് പോകും. അതാണ് പോക്കുവരവ്. വീട് വെക്കുക, വ്യക്തിയെ കാണുക, വഴി തടയുന്ന പോലെ ആവുക, ഇതന്നെ പോക്കുവരവ്, അല്ലാതെ വേറൊന്നുമല്ല. നിങ്ങൾ നിങ്ങളുടെ ആരാധനാലയത്തിലേക്ക് പോകുന്നത് പോലെ അവർ അവരുടെ ആരാധനാലയത്തിലേക്ക് പോകൽ സ്വാഭാവികമാണല്ലോ. അതാണ് ഈ പോക്കുവരവ്. വഴിച്ചു തിരിച്ചു വിടാൻ പറ്റും. അത് അതിന്റെ ആളുകളെ കൊണ്ട് അറിയുന്ന, ആ ചികിത്സ അറിയുന്ന ആളെ കൊണ്ട് വഴിതിരിച്ചു വിടാൻ പറ്റും. ഉദാഹരണം പറയാ, ഇപ്പൊ നിങ്ങളെ വീട്ടില് നിങ്ങള് പറമ്പിലൂടെ ആളുകൾ വഴിയാക്കി നടക്കുമ്പോ നിങ്ങൾ എന്ത് ചെയ്ത് ശരിക്കും വേലിയാണ് കെട്ടി, എന്നിട്ട് അപ്പുറത്തൊരു ചെറിയ ഏരിയ ഇട്ട് കൊടുത്താൽ വന്നിട്ട് ആളുകൾ പിന്നെ അതിലെ പോക്ക് പതിവാക്കും എന്നതുപോലെ ഇവിടെ ഇപ്പൊ നിങ്ങൾ വേലി കെട്ടിയെന്ന് ചികിത്സ അറിയുന്ന ആളുകൾക്ക് അവരെ തടയാനുള്ള മാർഗം. ഉദാഹരണം പറയാം, നായ്ക്കരിമ്പ് കുത്തുക. ഇതൊക്കെ ചില ആളുകൾ ചെയ്യാറുണ്ട്. എന്തിന്? ഈ ഇതിലെ വഴി നടക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. പിശാച് ലോകത്തുണ്ടല്ലോ, അവർക്ക് അവരുടേതായ ആരാധനാലയങ്ങളുമുണ്ട്, അവർക്ക് ഇഷ്ടപ്പെട്ട സ്ഥലങ്ങൾ ഉണ്ടാകാം, അവിടെ അവർ താമസിക്കും, പോകും, പോക്കുവരവുകൾ ഉണ്ട്. ജിന്നിന്റെ താമസം താഴ്വാരങ്ങളിലാണ്. കാഫിർ ജിന്നുകൾ താഴ്വാരങ്ങളിൽ താമസിക്കും. മുസ്ലിം ജിന്നുകൾ പള്ളികളിലും ഉയർന്ന സ്ഥലങ്ങളിലും താമസിക്കും. അങ്ങനെയൊക്കെ അഭിപ്രായമുണ്ട്. വിഷയം നിങ്ങൾ മനസ്സിലാക്കിയില്ലേ? അതായത് മാഷ ചോദ്യം, ജിന്നുകൾ എവിടെയാണ് താമസിക്കുക? പ്രധാനമായും താമസിക്കുക മുസ്ലിം ജിന്നുകൾ ഉയർന്ന സ്ഥലങ്ങളിൽ താമസിക്കും. കുന്നുകളുടെയും മലകളുടെയും ഉയർന്ന സ്ഥാനങ്ങളിൽ മുസ്ലിം ജിന്നുകളും, താഴ്വാരങ്ങളിലും വെള്ളങ്ങളിലും പുഴക്കരകള്, കടൽക്കരകള്, ഇവിടെയൊക്കെയാണ് കാഫിർ ജിന്ന് താമസിക്കുക. അവിടെ നിന്ന് ഉപദ്രവം അധികരിക്കാൻ സാധ്യത കൂടുതലാണ്. വൈകുന്നേരങ്ങളിൽ ബീച്ചിൽ പോയിരിക്കുക, പുഴമാട്ടുമ്മ പോയിരിക്കുക പോലെയുള്ള കാര്യം പൈശാചിക സ്വാധീനം അധികരിക്കാൻ സാധ്യതയുണ്ട്. ചോദിച്ചോളി, അതൊക്കെയാണ് വർത്താനം. നീ ചോദിക്ക്. മനസ്സിലായി പറഞ്ഞത്? രണ്ട് വിഭാഗത്തിന്റെ താമസം രണ്ട് സ്ഥലത്താണ്. വെള്ളം, കടൽക്കര, പുഴക്കര, ചതുപ്പു നിലങ്ങൾ, വൃത്തികേടുകൾ, ഓടകൾ, താഴ്വാരങ്ങൾ, ഇവിടെയാണ് കാഫിർ ജിന്ന് വസിക്കുക. പള്ളികൾ, ഉയർന്ന കുന്നിൻ മുകളുകൾ, അവിടെയൊക്കെയാണ് മുസ്ലിം ജിന്നുകൾ താമസിക്കുക. ഉപദ്രവം കുറയും. ആരുടെ? മുസ്ലിം ജിന്നിനെ കൊണ്ട് ഉപദ്രവം ഉണ്ടാവില്ല. നേരെ മറിച്ച് വൈകുന്നേര സമയം അവരുടെ സമയവുമാണ്. ഇതാ ഉർബത്തി ശംസു, സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ ഭയപ്പെടണം, അത് പിശാചിന്റെ സമയമാണെന്ന് മുഹമ്മദ് മുസ്തഫ. വൈകുന്നേരത്ത് കുളിക്കാൻ പോയി പുഴയിലേക്ക്, എങ്കിൽ അസ്തമിക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം? വസ്ത്രം അലക്കിയിട്ട് പെണ്ണ് തിരിച്ചു പോരണം. വൈകുന്നേരത്ത് പൈശാചിക സ്വാധീനം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതിന് സിഹർ അയക്കണ്ടയില്ല. അയച്ചിട്ടില്ലെങ്കിൽ തന്നെ സ്വാഭാവികമായി കയറിക്കൂടും ശൈത്താൻ. പ്രത്യേകിച്ച് രണ്ട് വിഭാഗങ്ങളിൽ, ഒന്ന് കുട്ടികളിലും ഒന്ന് സ്ത്രീകളിലും. അയക്കാതെ തന്നെ കയറിക്കൂടും ജിന്നുകൾ. ആരിലൊക്കെ? ആ സ്ത്രീകളിലും
ജിന്നുകൾ കയറിക്കൂടാൻ സാധ്യത കുറവാണ്, അയച്ചു വിട്ടാലല്ലാതെ. അയച്ചു വിട്ടില്ലെങ്കിൽ തന്നെയും സ്വാഭാവികമായി ശൈത്താൻ കയറിക്കൂടും. ആരിലും സ്ത്രീകളിലും കുട്ടികളിലും അവർ ദുർബലന്മാരാണ്. വൈകുന്നേരങ്ങളിൽ പുഴക്കരകളിൽ ഇരിക്കുക, വൈകുന്നേരം വെള്ളത്തിൽ അമിതമായി കളിക്കുക. മനസ്സിലായോ? മഹറമോ ഭയപ്പെടേണ്ട ഭർത്താവോ ഇങ്ങനെയുള്ള ആളുകളൊന്നും ഇല്ലാതെ വൈകുന്നേരങ്ങളിലും മറ്റുമൊക്കെ ആയിട്ട് പുഴക്കരകളിലേക്ക് പെണ്ണുങ്ങൾ ഇറങ്ങുക. ആവശ്യമില്ലാതെ ബീച്ചിൽ പുഴക്കരകളിൽ പോയി ഇരിക്കുക. ഇതെല്ലാം പിശാചിന്റെ സ്വാധീനം കൂടാനുള്ള സാധ്യത ഉണ്ട്. അവർ താമസിക്കുന്ന ഏരിയകളാണ് അത്. മൂത്രവാർച്ച പോലുള്ള അസുഖങ്ങൾ പിശാച് ബാധ ഏറ്റു എന്നതിന്റെ അടയാളമാണോ? മൂത്രവാർച്ച പോലെയുള്ളത് പിശാച് ബാധ ഏറ്റോ. ശരി, കേട്ടോളൂ. കക്കൂസിൽ കുളിപ്പുരകളിൽ നിന്ന് പിശാചിന്റെ അടിയേൽക്കാൻ സാധ്യത കൂടുതലാണ്. ദുർബല ജനങ്ങൾ, പെണ്ണുങ്ങൾ പ്രത്യേകിച്ചും. അല്ലെങ്കിൽ വസ്വാസ് എന്നത് മിൻ മസ്സി ശൈത്വാൻ, പിശാചിന്റെ സ്പർശമാണ്. പിശാചിന്റെ സ്പർശമാണ് എന്ത്? വസ്വാസ്. അതായത് കഴുകിയത് കഴുകിയിട്ടില്ലാന്ന് തോന്നുക, ചെയ്തത് ചെയ്തിട്ടില്ലാന്ന് തോന്നുക. ഞാൻ നിങ്ങൾക്ക് പിന്നെ ഉസ്മാൻ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു സംഭവം കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ. നിങ്ങളോട് തന്നെയല്ലേ പറഞ്ഞത്? തായിഫിൽ ഗവർണറായി അയച്ചപ്പോൾ പറഞ്ഞില്ലേ, നിസ്കരിച്ചത് എത്ര റക്അത്താന്ന് ഓർമ്മയില്ലാതായി. ഓർമ്മയില്ല എന്നതുപോലെ വെള്ളത്തില് ഈ പിന്നെ അതായത് കഴുകിയാൽ മതിയാവാതിരിക്കുക, കുളിച്ചാൽ മതിയാകാതിരിക്കുക, അതെല്ലാം മസ്സു ശൈത്താൻ, പിശാചിന്റെ സ്പർശമാണ്. അതിനുള്ള വഴി, അതിന്റെ വഴി എന്ന് പറഞ്ഞാൽ ഒന്ന് ആളുകളെ കൊണ്ട്, അതിന്റെ ചികിത്സ അറിയുന്ന ആളുകളെ കൊണ്ട് മന്ത്രിപ്പിക്കുക പോലെയുള്ള പ്രവർത്തനങ്ങൾ നടത്തി ഒഴിവാക്കിക്കണം. ആണുങ്ങളാണെങ്കിൽ പെട്ടെന്ന് ഒഴിവാകും, പെണ്ണുങ്ങൾക്ക് ഈ മസ് ചികിത്സിക്കേണ്ട വേണ്ടി വരും. ദുആകളും ദിക്റുകളും വന്നുകൂടിയ പിശാച് ഒഴിഞ്ഞു പോകാൻ കാരണമാണ്. പക്ഷേ സ്ത്രീകളിൽ അവരെയും പ്രശ്നം, സ്ത്രീകളിൽ പിശാച് ബാധ ഏറ്റാൽ ദിക്റും ദുആയും കൂടും, അത് വേറെ രോഗമായി മാറും. പുതുതായി വീടുകൾ നിർമ്മിക്കുന്ന സമയത്ത് വീടിനോട് ചേർന്നുകൊണ്ട് ഓരോ ചിഹ്നങ്ങൾ സ്ഥാപിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട്. ഈ പിന്നെ പശുവിന്റെ എല്ലുകൾ തൂക്കുക, എന്താ എല്ലുകൾ തൂക്കുന്ന പറ്റുമോ? അള്ളാഹുവിന്റെ നാമം ഉച്ചരിച്ച് അറക്കപ്പെട്ടതിന്റെ എല്ലുകൾ മുസ്ലിം ജിന്നുകളുടെ ഭക്ഷണവും, അള്ളാഹുവിന്റെ നാമം ഉച്ചരിക്കാത്ത അറക്കാത്ത വസ്തുക്കൾ കാഫിർ ജിന്നിന്റെ ഭക്ഷണവുമാണ്. അപ്പോൾ അത്തരം കാര്യങ്ങൾ ചില പഴയ കാലത്ത് ചില ചികിത്സാരികളുടെയൊക്കെ ഉപദേശപ്രകാരം അറക്കപ്പെട്ട പോത്തിന്റെയോ മറ്റോ എല്ലുകളിലോ തലഭാഗങ്ങളോ ചില വീടുകളിൽ വെക്കുന്നതും പതിവുണ്ടായിരുന്നു. അത് പൈശാചിക സ്വാധീനം ഇല്ലാതെയാക്കാൻ വേണ്ടിയും, എന്നാൽ വല്ല ബന്ധമുണ്ടെങ്കിൽ മുസ്ലിം ജിന്നുകളുമായുള്ള ബന്ധം ഉണ്ടാകാൻ വേണ്ടിയുമായിരിക്കാം. ഉണ്ടാകുന്നത് തെറ്റല്ല, അങ്ങനെ പഴയ കാലത്ത് ചെയ്യാറുണ്ട്. മനസ്സിലായില്ലേ? അള്ളാഹുവിന്റെ നാമം ഉച്ചരിച്ച് അറക്കപ്പെട്ട ജീവികളുടെ എല്ലുകൾ മുഅ്മിനീങ്ങളായ ജിന്നുകളുടെ ഭക്ഷണവും, അള്ളാന്റെ നാമം ഉച്ചരിക്കാതെ അറക്കപ്പെട്ടതിന്റെ എല്ലുകൾ കാഫിർ ജിന്നിന്റെ ഭക്ഷണവും ആണ്. അപ്പം യഥാർത്ഥത്തിൽ അറുത്ത ചില പോത്തിന്റെ എല്ലോ അതേപോലെ തന്നെ വെച്ചിരുന്നു. അതിൽ ചില കാര്യങ്ങളും അവർ ചെയ്തു വെക്കും. കുളിയൻ പറഞ്ഞ കാഫിർ ജിന്നാണ്. ഇവിടെ ഇത് വെക്കുന്നതോടുകൂടെ മുസ്ലിം ജിന്നുകളെ സ്വാധീനം ആ വീട്ടിലുണ്ടാകും എന്നതായിരിക്കാൻ കാരണം. അപ്പോൾ സ്വാഭാവികമായും കാഫിർ ജിന്ന് അവിടുന്ന് വഴിവെച്ചു പോവും. അതെ, അതൊക്കെ അതിൽ പെടും. ലീഗിന്റെ കൊടിയും ബോർഡും വെച്ചപ്പോ ഡിവൈഎഫ്ഐക്കാർ അവിടെ കയറുവോ? പറയും മനുഷ്യന്മാരെ, ലീഗിന്റെ കൊടിയും ബോർഡും വെച്ചാൽ ഡിവൈഎഫ്ഐക്കാര് കയറൂല. ഡിവൈഎഫ്ഐന്റെ കൊടിയും ബോർഡും വെച്ചാൽ
ലീഗരും കയറൂല എന്നതുപോലെ അള്ളാന്റെ നാമം ഉച്ചരിക്കുക. അറക്കപ്പെട്ടതിന്റെ പോത്തിന്റെ എല്ല് കൊമ്പ്. പഴയ കാലത്ത് നമ്മളെ നാട്ടില് പിന്നെ വേറെയും ഉണ്ടായിരുന്നു എന്തെന്നറിയോ, പിന്നെ കാട്ടുപോത്ത്, മാന്, അക്കാലത്ത് അതൊക്കെ അപ്പൊ അത് വെറുതെ വെക്കലായിരിക്കൂല. അത് ചില ചികിത്സാരികൾ ഇന്നാലിന്ന നാമം ഉച്ചരിച്ച് ഇന്നാലിന്ന ചെയ്തിട്ട് വെക്കണമെന്ന് അവരോട് പറഞ്ഞിട്ടുണ്ടാവും. അത് പ്രകാരം അവർ വെച്ചതായിരിക്കും. അതുകൊണ്ട് സ്വാഭാവികമായും മുസ്ലിമായ ജിന്നുകളെ സ്വാധീനം ആ വീടുകളിൽ ഉണ്ടാവും. അപ്പോൾ പിന്നെ മറ്റൊരു ബന്ധം ഉണ്ടാവില്ല. അതൊക്കെ ആയിരിക്കാം കാരണം. ജിന്ന് കൂടിയ സ്ത്രീകളെ കൊണ്ട് ചികിത്സിപ്പിക്കാമോ? ചികിത്സിപ്പിക്കാം. ബിൽ അഹ്കാമിൽ മശ്റൂഅ, ശർഈയായ വിധി അനുസരിച്ച്. ഏതാ ശർഈയായ അവസ്ഥ? ഉദാഹരണം പറയാം. ഒരു ചെറുപ്പക്കാരത്തി പെണ്ണ് ഇങ്ങനെ മരുന്ന് കിടക്കുക, എന്നിട്ട് അവളിങ്ങനെ വിളിച്ചു പറയാ, എന്നിട്ട് ആണുങ്ങൾ എഴുതിയെടുക്കുക, അല്ലെങ്കിൽ ആണുങ്ങൾ അവളോട് പോയി പറയാ. ഇതൊന്നും ശർഈയായ രീതിയല്ല. അതേ സമയത്ത് ഒരു പെണ്ണിന് പിന്നെ ജിന്നുമ്മമാരുടെയോ മറ്റോ സ്വാധീനം ഉണ്ടാകാം. മനസ്സിലായോ? അപ്പൊ അവർക്ക് ചില കാര്യങ്ങൾ ചികിത്സാരികൾ ചികിത്സ അറിയുന്ന ജിന്നുകൾ ഈ പെണ്ണിനെ സ്വാധീനിച്ചിട്ടുണ്ടാവും. അപ്പൊ അവർക്ക് ഇത്തരം കാര്യത്തിൽ നമ്മളെ ഉപദേശിക്കാൻ കഴിയും. അവർ മറയുടെ ഉള്ളിൽ നിന്ന് നമ്മളെ ഉപദേശിക്കും. അത് നമ്മൾ നടപ്പിൽ വരുത്തും. ആ പെണ്ണിന് ഈ പൊതുവായ പുരുഷന്മാരുടെ മജ്‌ലിസിലോ മറ്റോ ഒരു ബന്ധവും ഉണ്ടാവില്ല. അതാണ് ശർഈയായ നിയമങ്ങളും വിധികളും പാലിച്ചുകൊണ്ട് ചെയ്യുകയാണെങ്കിൽ അത്തരം ചികിത്സകൾ സ്വീകരിക്കുന്നതിൽ തെറ്റില്ല. വ്യാജ ഷേഖുമാരും കള്ളത്തരീക്കത്തുകാരും ഒരുപാട് അത്ഭുതങ്ങൾ കാണിക്കുന്നു. അതിനുള്ള കാരണം എന്താണ്? അത്ഭുതങ്ങൾ ദജ്ജാലും കാണിക്കും. അതുകൊണ്ട് അവനെ ആശ്രയിക്കാൻ പറ്റൂല. മുഅ്മിനീങ്ങളായ മനുഷ്യർക്ക് ഈമാൻ ഇസ്ലാഹ് അനുസരിച്ച് ഖൈറിന്റെ മാർഗത്തിൽ പടച്ചോനെ ഭയപ്പെട്ട് ഒരു മുഅ്മിനായ മനുഷ്യൻ ജീവിക്കുകയാണെങ്കിൽ അയാളിൽ നിന്ന് അത്ഭുതങ്ങൾ പ്രകടമാകാം. അത് കറാമത്താണ്. എന്നാൽ അത്ഭുതങ്ങൾ പ്രകടമാകുന്നത് മുഴുവനും കൂടെ കറാമത്തല്ല. മനസ്സിലായോ? ഉദാഹരണം, ഇവിടെ വലിയ അത്ഭുതങ്ങൾ കാണിക്കും ആര്? ദജ്ജാല്. ഓൻ ഔലിയാണോ? ഔലിയപ്പാപ്പയാണോ? അല്ല. അതുകൊണ്ട് അത്ഭുതങ്ങൾ കാണിച്ചു എന്നതുകൊണ്ടോ മറഞ്ഞ കാര്യം പറഞ്ഞു എന്നതുകൊണ്ടോ അയാളെ ആശ്രയിക്കാമെന്ന് വിചാരിക്കേണ്ട. അയാളെ സുലൂക്ക് സീറ, അയാളുടെ ദീനിയായ കാര്യം എങ്ങനെ, അയാളുടെ ജീവിതം എങ്ങനെ എന്ന് അയാളെ പറ്റി പരിശോധിക്കണം. അയാൾ തികച്ചും സ്വാലിഹാണെങ്കിൽ മാത്രമേ ആ ഗണത്തിൽ കൂട്ടാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ അത് എന്തായിരിക്കും? ജ്യോത്സ്യം, ജ്യോതിഷം. മനസ്സിലായില്ലേ? ആക്കാം. പള്ളിപ്പറമ്പിൽ കിടത്തിയിട്ട് മറവ് ചെയ്ത ആളുകളെ ജീവിപ്പിക്കും. ആര്? ദജ്ജാൽ. അതുകൊണ്ടാണ് നമ്മൾ ഇപ്പൊ തന്നെ വമിൻ ഫിത്നത്തിൽ മസീഹ് ദജ്ജാൽ എന്ന് പറഞ്ഞു പോണ്. വമിൻ ഫിത്നത്തിൽ മസീഹ് ദജ്ജാൽ എന്ന് പറയുന്നത് പള്ളിപ്പറമ്പിൽ കയറിയിട്ട് ഉപദ്രവിക്കാം. ആര്? മരിച്ചോരെ ജീവിപ്പിക്കും. ആര്? ദജ്ജാൽ. പള്ളിപ്പറമ്പ് കയറും. നമ്മളെ കാട്ടൂല. നമ്മളെ കാട്ടണമെങ്കിൽ നമ്മൾ എത്ര കൊല്ലാണ് അമ്മയും ഫിത്നത്തിൽ മസീഹ് ദജ്ജാൽ എന്ന് പറയുന്നത്. നിങ്ങൾ എന്തിനാ ബേജാറാവുന്നു? നമ്മളത് ഇഖ്ലാസോട് കൂടി പറഞ്ഞതാണെങ്കിൽ അതിങ്ങനെ ഉറങ്ങിയിട്ടല്ല. അമ്മയും ഫിത്നത്തിൽ മസീഹ് ദജ്ജാൽ അങ്ങനെയല്ല. അതിനല്ല ബേജാർ നല്ല ശക്തിയിലും പറഞ്ഞതാണെങ്കിൽ അവന്റെ ഉപദ്രവം നമുക്ക് ഏൽക്കൂല. നമ്മളെ പ്രൊട്ടക്ഷൻ ആരേൽക്കും? അല്ലാഹു. ബേജാറാവണ്ട. മരിച്ചോരെ ജീവിപ്പിക്കൂലേ ആര്? ദജ്ജാല്. പള്ളിപ്പറമ്പ് കയറിയിട്ട് ആയിരക്കണക്കായ ആളോടെ എണീക്കടാന്നാണ് പറയും. അപ്പഴും എണീക്കും. അല്ലാഹു നമ്മളെ കാക്കട്ടെ. ചില ആളുകൾ ഒരു നല്ല കാര്യം പറഞ്ഞാൽ അതിന് നേരെ എതിര് സംഭവിക്കും. കരിതാവ് എന്ന് നമ്മൾ പറയാറുണ്ട്. അപ്പൊ അങ്ങനെ ഒരു നന്നായിട്ട് ചക്ക കായ്ക്കുന്ന ഒരു പ്ലാവിൽ നോക്കിയിട്ട് അയാൾ എന്തൊരു ചക്കയാണെന്ന് പറഞ്ഞാൽ പിറ്റേ ദിവസം തന്നെ അത് വീഴാൻ തുടങ്ങും എന്നൊരു ചൊല്ലുണ്ട്. അത് അയിനല്ല. അയിന് നമുക്ക് പിന്നെ പറയാം. ഇത് നാവേറാണ്. നാവേറ്. ഞാൻ സംഭവം പറഞ്ഞുതരാം. എൻ്റെ ചില ആളുകൾക്ക് അങ്ങനെ ചില സംഗതികൾ ഉണ്ടാകാം. അതും പിശാചിന്റെ സ്വാധീനമാണ്. ഉദാഹരണം പറയാം. ഉമിനീര് പുരട്ടി, അലിയാരെ കണ്ണിൽ ഉമിനീര് പുരട്ടിയിട്ട് ഷിഫയായി എന്ന വിവരം മുസൈലിമയോട് പറഞ്ഞപ്പോൾ മുസൈലിമ എന്ത് ചെയ്തു? അവന്റെ അനുയായികളിൽ ഒരു കണ്ണ് നാശായ ആളുടെ കണ്ണിൽ ഉമിനീര് പുരട്ടി. അപ്പോൾ മറ്റേ കണ്ണും പൊട്ടി. മനസ്സിലായില്ല? സുഖക്കേടാകാൻ ശിഫയാക്കാൻ വേണ്ടിയാണ് മുസൈലിമ അങ്ങനെ ചെയ്തത്. പക്ഷെ ഇയാളെ ഉമിനീര് കണ്ണ് ചെല്ലുന്നതോടുകൂടെ എന്തായി?
മറ്റോ പൊട്ടി. വെള്ളമില്ലാത്ത കിണറിലേക്ക് മുഹമ്മദ് മുസ്തഫ അങ്ങനെ വായിൽ കൊപ്പിളിച്ച് ഒഴിച്ചാൽ, തുപ്പിയാൽ പിന്നെ ആ കിണറിൽ വെള്ളം ഉണ്ടാകുമെന്ന് അനുയായികൾ പോയി പറഞ്ഞു. ആരോട്? മുസൈലിമയോട്. അപ്പോൾ മുസൈലിമ എന്ത് ചെയ്തു എന്നറിയോ? മുസൈലിമ അല്പം വെള്ളമുള്ള ഒരു കിണറിലേക്ക് തുപ്പി. ആ വെള്ളം പോയി എന്ന് മാത്രമല്ല, പിന്നെ ഒരിക്കലും ആ കിണറിൽ വെള്ളം ഉണ്ടായതേ ഇല്ല. ലഅനത്തുല്ലാഹി അലൈഹി. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ മനുഷ്യനിൽ എതിരായി സംഭവിക്കാം. അതും ഒരു പിശാചിന്റെ സ്പർശാണ്. അങ്ങനെയൊക്കെ സംഭവിക്കാം. നാവേറ് ഇതൊക്കെ പിശാചിന്റെ സ്വാധീനമാണ്. അങ്ങനെ സംഭവിക്കാം. അതിന് അത്തരം ആളുകൾ അള്ളാഹുവിനോട് എപ്പോഴും ഫലൗലാ ഇത് ദഖൽത ജന്നതക ഖുൽത മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ് ഇൻ തറനി അന അഖല്ല മിൻക മാലൻ. മനസ്സിലായില്ലേ? ഫഅസാ റബ്ബി അയൂതിനി ഖൈറൻ മിൻ ജന്നതിക വയുർസില അലൈഹാ ഹുസ്ബാന മിനസ് സമാ ഫതുസ്ബിഹ സഈദൻ സലഖാ എന്നൊക്കെ പറഞ്ഞില്ലേ? ഫലൗലാ ദഖൽത ജന്നതക ഖുൽത മാഷാ അല്ലാഹ്. ഒരു കാര്യം കണ്ടാൽ, എന്ത് കാര്യം കണ്ടാലും ഉടനെ എന്ത് പറയണം? മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഒരു വയന്ന് പറയുമ്പോ പറയുന്നത് കേട്ടിട്ടില്ലേ? ഒരു തോട്ടത്തിൽ കയറുമ്പോൾ, ഒരു വരുമാനമുള്ള അടുത്ത് കയറുമ്പോൾ അത് പറയുന്നത് നല്ലതാണ്. മാഷാ അല്ലാഹു ഖാൻ വമാ ലം യശഅ ലം യകുൻ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം എങ്കിൽ അതിന്റെ ഖൈർ നിലനിൽക്കാൻ സാധ്യതയുണ്ട്. ഇതല്ലാതായി പോട്ടടാന്ന് പറഞ്ഞാൽ, മാതാവോ പിതാവോ പറഞ്ഞാൽ ഉടനെ ഉത്തരമുണ്ടായിരിക്കും. അത് അള്ളാന്റെ ഒരു കരാറാണ്. പക്ഷെ ഇസ്മു കൊണ്ടുള്ള ദുആ അള്ളാഹു സ്വീകരിച്ചോളണം എന്നില്ല. ഇസ്മു കൊണ്ടുള്ള ദുആ, കുറ്റം കൊണ്ടുള്ള ദുആ അള്ളാഹ് സ്വീകരിച്ചോളണം എന്നില്ല. ഇല്ലാ മിനൽ അബവൈനി, ഉമ്മയിൽ നിന്നും ബാപ്പയിൽ നിന്നും സ്വീകരിക്കാം. മാതാപിതാക്കൾ മക്കൾക്ക് എതിരെ വാക്ക് പറഞ്ഞാൽ അത് സഡൻലി സ്വീകരിക്കാം. ഇനി ഇസ്മു കൊണ്ട് ദുആ ചെയ്താൽ, ഒരാളുടെ മേൽ നമ്മൾ കുറ്റം കൊണ്ട് ദുആ ചെയ്താൽ സ്വീകരിക്കണമെങ്കിൽ ഇയാൾ മദ്ലൂമായിരിക്കണം. ഇയാൾ ആരാകണം? മർദ്ദിതനാകണം. ഒരാൾ കൂലി തന്നില്ല, നമുക്ക് തരേണ്ട കൂലി തന്നില്ല, പലവട്ടം ചോദിച്ചു കൂലി തന്നില്ല. അവസാനം മറ്റോ പറഞ്ഞു, എന്ത് ഇജ്ജ് ഗുണം പിടിക്കൂലടാ. അതിനുശേഷം ഗുണം പിടിച്ചതുമില്ല. എന്തുകൊണ്ട്? ആ വാക്ക് അല്ലാഹു തആല സ്വീകരിച്ചു. അതിന് കാരണം എന്താ? അത് കുറ്റം കൊണ്ട് ദുആ ചെയ്തതാണെങ്കിലും അയാൾ അതിന് അർഹനാണ്. കാരണം അയാൾ ഇവനിൽ നിന്ന് മർദ്ദിതനാണ്, മറ്റോ മർദ്ദകനാണ്. ആരും ആയാലും മതി, ആരായാലും മതി, ആരും ആയാലും. പിൻവലിക്കാനുള്ള സന്ദർഭമുണ്ട്. പിൻവലിച്ചിട്ടില്ലെങ്കിൽ കഴിഞ്ഞേ. ജിന്നിന്റെയോ പിശാചിന്റെയോ യഥാർത്ഥ തനി രൂപം, ശരിക്കുള്ള രൂപം മനുഷ്യന് കാണാൻ സാധിക്കുമോ? ജിന്നിന്റെയോ പിശാചിന്റെയോ യഥാർത്ഥ രൂപം മനുഷ്യർ കാണുന്നതിൽ തെറ്റൊന്നുമില്ല. അങ്ങനെ കണ്ടിരുന്നല്ലോ നബിയുല്ലാഹി സുലൈമാൻ അലൈഹിസ്സലാത്തു വസ്സലാം. മുത്തു മുഹമ്മദ് മുസ്തഫ, ഇന്ന ഇഫ്രീതൻ മിനൽ ജിന്നി തഫല്ലതനി അൽ ബാരിഹ അൻ സ്വലാത്തി. ഒരു രാത്രി വന്നിട്ട് ഞാൻ നിസ്കരിക്കുമ്പോൾ എന്റെ നിസ്കാരം ശല്യപ്പെടുത്തി ഇഫ്രീത്ത് ജിന്ന്. അങ്ങനെ ഞാൻ അവനെ പിടികൂടി. ലൗലാ ദഅവതു അഖി സുലൈമാന ലഅല്ലഖ്തുഹു ഫീ സാരിയത്തി മിൻ സിവാരിൽ മസ്ജിദി. സുലൈമാൻ നബിയുടെ ദുആ ഇല്ലായിരുന്നുവെങ്കിൽ ഞാൻ ഇവനെ തൂങ്കാലിൽ പിടിച്ച് കെട്ടുമായിരുന്നു. പടച്ചോനെ, ജിന്നിനെ കെട്ടുന്ന കഴിവ് ഞാനല്ലാത്ത നബിയും ഇനി പ്രദർശിപ്പിക്കരുതേ എന്ന് ദുആ ചെയ്തിട്ടുണ്ട്. ആര്? സുലൈമാൻ നബി. അതുകൊണ്ടാണ്. അപ്പോൾ ഈ ജിന്നിനെ നേരിട്ട് കണ്ടല്ലോ ആര്? പുണ്യ റസൂല്. കാണാം, യഥാർത്ഥ രൂപത്തിൽ കാണാം, ഒരു തെറ്റുമില്ല. കാണാം, തെറ്റില്ല. കാണുമെന്നല്ല, കാണാം. അത്ഭുതങ്ങൾ നടന്ന സ്ഥലമാണ് ഈ ബർമുഡ ട്രയാങ്കിൾ. അത് പിശാചിന്റെ ഒരു കേന്ദ്രമാണ്. ബർമുഡ ട്രയാങ്കിൾ, ഹോർമോസ്, എന്താന്ന് പറയാ, കടലിടുക്ക്, ഇതൊക്കെ പിശാചുമായി ബന്ധമുള്ളതാവാനാണ് 90% സാധ്യത. വെള്ളത്തിനെ അല്ലെങ്കിലും പേടിക്കണം. വെള്ളം പിശാചുമായി വലിയ ബന്ധമുള്ളതാണ്. വഫീഹി ശൈത്വാൻ, വെള്ളത്തിൽ എപ്പോഴും പിശാച് ഉണ്ടാകും. ഇസ്മുഹു വലഹാൻ, അവന്റെ പേര് വലഹാൻ എന്നാണെന്ന് മുഹമ്മദ് മുസ്തഫ. ഇപ്പൊ അറ്റ്ലാന്റിക്കിൽ ഒരു ഏരിയ ഉണ്ട്, ബർമുഡ ട്രയാങ്കിൾ. അതിന്റെ മുകളിൽ വിമാനം പറക്കൂല. അതിന്റെ രഹസ്യം ഇന്ന് ഇവിടെ ശാസ്ത്രത്തിന് കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. പേടിക്കണ്ട,
അതെന്ത് തന്നെ അത് ഇബ്ലീസിന്റെ കേന്ദ്രമായിരിക്കും. വലഹാൻ വലിയ പിശാച വെള്ളത്തിലുണ്ടാവും. ചില ചികിത്സാരികളുടെ അടുത്ത് പേടിയിലോ മറ്റോ വന്ന കുട്ടികളെ കൊണ്ടുപോയാൽ പറയാറില്ലേ വെള്ളത്തിൽ നിന്ന് കൂടിയതാണ്. വെള്ളത്തിൽ അമിതമായി കുളിക്കാനോ കളിക്കാനോ എന്നാൽ പഴമക്കാരായ വയസ്സന്മാര് കയറിപ്പോയത് അവിടുന്ന് കുറെ നേരമായല്ലോ എന്ന് പറഞ്ഞ് ആട്ടിവിടും. പാർക്കെന്ന് കളിച്ചാലും വെള്ളം തന്നെ. വെള്ളത്തിൽ പിശാചിന്റെ സ്വാധീനം കൂടും. ഒരു പ്രത്യേക പിശാചുണ്ട്, വലഹാൻ എന്നാണ് അയാളുടെ പേര്. വെള്ളത്തിൽ അയാൾക്ക് പ്രത്യേക സ്വാധീനം ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് വലാ തുസ്രിഫിൽ മാഇ, വെള്ളത്തിൽ അമിതമായി കളിക്കരുത് എന്ന് ഹബീബായ നബി പറഞ്ഞു. വെള്ളം അമിതമായി കളയാൻ പാടില്ല എന്ന് മാത്രമല്ല, വെള്ളത്തിൽ അമിതമായി കളിക്കാനും പാടില്ല, വെള്ളം അമിതമായി ഒഴിവാക്കാൻ പാടില്ല. ഇപ്പോഴത്തെ പെണ്ണുങ്ങളുടെ എല്ലാം ശൈത്താന്റെ സ്വാധീനം ഉണ്ടാവും. കാരണം എന്താ, നല്ല പൈപ്പ് തുറന്നിട്ടിട്ടാണ് കളി. ഒരു ഗ്ലാസ് ഒക്കെ കഴുകണമെങ്കിൽ എത്ര വെള്ളം വേണം അല്ലേ? ഒരാളൊന്ന് ചായ കുടിച്ച് പിന്നെ ആ ഗ്ലാസ് കഴുകണമെങ്കിൽ 10 ലിറ്റർ വെള്ളം വേണം. എന്തിനാ ഈ ആള് ചായ കുടിക്കുമ്പോഴത്തേന് ഗ്ലാസ് കഴുകണേ? നിങ്ങൾ ചായ കുടിച്ച് അതിൽ എനിക്ക് ചായ ഒഴിച്ചാൽ കുടിച്ചൂടെ? കുടിക്കണ്ടേ? നിങ്ങൾ ചായന്റെ ബാക്കി അതിൽ ചിന്നിന് ചേർന്നാൽ എനിക്കത് ഷിഫയാണെന്ന് റസൂൽ പറഞ്ഞിട്ടില്ലേ? അതിന് അറബികളെ കണ്ടു പഠിക്കണം. അറബികളെ ഒരു ശൈലിയുണ്ട്, ചെറിയ ക്ലാസ് ഇങ്ങനെ കൊടുക്കും, എന്നിട്ട് ഒരാൾ എന്ത് ചെയ്യും, അങ്ങനെ കൊടുക്കും. ഒരാൾ കുടിച്ചാൽ അതെടുത്തിട്ട് മറ്റേ കൊടുക്കും, അങ്ങനെ കൊടുക്കും. കഴുകില്ല നിങ്ങൾ ഞാൻ കുടിച്ച് മറ്റേ കൊടുത്ത് അങ്ങനെ. അത് ലഭ്യത എപ്പോഴും പിൻവലിക്കാലോ. അതാണ്. പക്ഷേ അതിൽ പിശാചിന്റെ സ്വാധീനം ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ്. വെള്ളത്തിൽ അല്ലെങ്കിലും കളിക്കരുത്, വെള്ളത്തിൽ അമിതമായി കളിക്കരുത്. ബർമുഡ ട്രയാങ്കിൾ ഏതായാലും പിശാചിന്റെ സ്ഥലമാവാൻ സാധ്യത 100% അങ്ങനെ തന്നെയാണ്. ഇബ്ലീസിന്റെ കേന്ദ്രമായിരിക്കും അത്. ഇബ്ലീസിന്റെ കൊട്ടാരം ബർമുഡ ട്രയാങ്കിൾ ആവാൻ സാധ്യത ഉണ്ട്. അവന് വലിയ സൈന്യമൊക്കെ ഉണ്ട്. ഇബ്ലീസിന് വലിയ സൈന്യമുണ്ട്, വലിയ ആളുകളുണ്ട്, വലിയ പട്ടാളമുണ്ട്. അവരുടെ കേന്ദ്രം ഇതാവാൻ സാധ്യത. അതിന്റെ മുകളിൽ വിമാനം, പറന്ന വിമാനം, ചരിത്രത്തിൽ അറിയപ്പെട്ട വിമാനം തന്നെ 10-200-ലേറെ വിമാനം വീണുപോയിട്ടുണ്ട്. ബർമുഡ ട്രയാങ്കിളിന്റെ മുകളിൽ കൂടെ പറന്ന 200ഓളത്തിലേറെ വിമാനങ്ങൾ വീണുപോയിട്ടുണ്ട്. എത്രയോ കപ്പലുകൾ മുക്കിയിട്ടുണ്ട്. ഒരു ഏരിയ അത് ഇബ്ലീസിന്റെ കേന്ദ്രമാവാനാണ് സാധ്യത. വെള്ളത്തിന്റെ മുകളിലേക്ക് അവന്റെ സിംഹാസനം വടിച്ചിട്ട് നേരം വെളുത്താൽ ജനങ്ങളെ ഉപദ്രവിക്കാൻ വേണ്ടി മക്കളെ പറഞ്ഞേക്കും എന്ന ഹദീസ് റസൂൽ പറഞ്ഞിട്ടുണ്ട്. വെള്ളത്തിന്റെ മുകളിലാണ് അവന്റെ സിംഹാസനം. ആരുടെ? ഇബ്ലീസിന്റെ. ഇവിടുന്ന് നേരം വെളുത്താൽ ജനങ്ങളെ പിഴപ്പിക്കാൻ വേണ്ടി മക്കളെ പറഞ്ഞേക്കും എന്ന വാക്ക് റസൂൽ പറഞ്ഞിട്ടുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇബ്ലീസ് മക്കളെ പറഞ്ഞേക്കും. ജനങ്ങളെ പിഴപ്പിക്കാനും തെറ്റിക്കാനും ശ്രമിച്ചാൽ അതായിരിക്കും ഇബ്ലീസിന് കൂടുതൽ ഇഷ്ടം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതും സാധ്യത കൂടും. വെളിസ്ഥലങ്ങൾ, നട്ടുച്ച വെളിസ്ഥലങ്ങൾ, അവിടെയൊക്കെ സ്വാധീനം കൂടും. സൂര്യനും കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ ഞാനത് പറഞ്ഞിട്ടുണ്ട്. ഈ സൂര്യനുമായുള്ള ബന്ധം, പൈശാചികതയുടെ ബന്ധം കൂടുതലാണ്. പിശാചിന് സൂര്യനുമായുള്ള ബന്ധം കൂടുതലാണ്. അതുകൊണ്ടാണ് ലോകത്തുള്ള എല്ലാ ശിർക്കിന്റെയും കേന്ദ്രം സൂര്യനാണ്. ത്രികോണം ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. എന്നതുപോലെ നട്ടുച്ച നേരത്തുണ്ടാവും. ഇങ്ങനെയൊക്കെ ചില ഉദാഹരണം പറയാം. നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു പഴയ കാലത്തൊക്കെ വെളിസ്ഥലങ്ങളിൽ എന്ത് ചെയ്യുന്നറിയോ, ഇങ്ങനെ ചുഴലിക്കാറ്റടിക്കും, റൗണ്ട് അടിക്കും. അപ്പൊ ഉമ്മാരൊക്കെ പറയും എന്ത് ശൈത്താനാണ്. ഇപ്പോൾ നമ്മളത് നിസാരാക്കി തള്ളും. ഒരിക്കലും തള്ളരുത്. ഒട്ടപ്പുറത്ത് യാത്ര ചെയ്യാണ് ഉഖ്ബത്ത് ബിൻ ആമിറും നബിയും. അപ്പോൾ ചുഴലിക്കാറ്റടിച്ചു. അപ്പോൾ റസൂൽ പറഞ്ഞു തഅബ്ബദ് യാ ഉഖ്ബ, കാവലിനെ തേടിക്കോന്നാണ്. ബിമ യാ റസൂലല്ലാഹ്. അപ്പോൾ പറഞ്ഞു ബിൽ മുഅബ്ബിറതൈനീൻ ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് ഖുൽ അഊദു ബിൻ നാസ് കൊണ്ട് ആവർത്തിച്ച് ഓടിക്കോ.
അതന്നെ കല്യം പോകുക പറഞ്ഞാൽ അത് പിന്നെ കർക്കടകവുമായി ബന്ധപ്പെട്ടത്. ചുഴലിക്കാറ്റില്ലേ, ഈ റൗണ്ട് അടിക്കല്, അത് ഈ ഹദീസ് മുസ്ലിമിലുണ്ട്. ഇങ്ങനെ റസൂൽ, നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? ഇത് നിങ്ങൾ ഈ തള്ളിക്കളയണ്ട. ഈ ഹദീസ് മുസ്ലിമിലുണ്ട്. ഒട്ടകപ്പുറത്ത് യാത്ര ചെയ്യാണ് നബിയും ഉഖ്ബത്ത് ബിൻ ആമിറും റളിയല്ലാഹു അൻഹു. അപ്പോൾ എന്തായി? ഈ ചുഴലിക്കാറ്റടിച്ച്. അപ്പോൾ അള്ളാഹുവിനെ കൊണ്ട് കാവൽ ചോദിച്ചോന്നോ. അപ്പോൾ ബിമ യാ റസൂലല്ലാഹ് ബിൽ മുഅബ്ബദതൈനി ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖും നാസും ആവർത്തി ചോദിക്കോ. അങ്ങനെ ആ ചുഴലിക്കാറ്റ് അപ്രത്യക്ഷമാകുന്നത് വരെ ഞങ്ങൾ ഫലക്കും നാസും ഒട്ടകപ്പുറത്തിരുന്ന് ഓതി എന്ന് മുസ്ലിമിലുണ്ട്. സ്വഹീഹ് മുസ്ലിമാം ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ എല്ലാം കൂടി തള്ളുന്ന എന്താ? ചുഴലിക്കാറ്റാവില്ല, ഒന്നും പറയണ്ട. അങ്ങനെയും ആവാം. വെള്ളത്തിൽ അവന് കളിയുണ്ടല്ലോ, മുക്കും. വീട് പണി കഴിഞ്ഞ വീടുകളിൽ, ആൾപ്പാർപ്പില്ലാത്ത സ്ഥലങ്ങളിൽ പൈശാചിക സ്വാധീനം കൂടും. പ്രത്യേകിച്ച് നമ്മൾ പാർക്കുന്ന വീടുകൾ തന്നെ. ആ വീടുകളിൽ ആൾപ്പാർപ്പില്ലാത്ത മുറികൾ ഉണ്ടെങ്കിൽ ആ മുറിയിലും പിശാചിന്റെ ഉപദ്രവം ഉണ്ടാവും. അതുകൊണ്ടാണ് ആവശ്യമില്ലാതെ മുറികൾ ഉണ്ടാക്കരുത് എന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ. നമുക്ക് ആവശ്യമുള്ള മുറി ഉണ്ടാക്കാൻ പാടുള്ളൂ, ആവശ്യമില്ലാതെ മുറികൾ വർദ്ധിപ്പിക്കരുത്. അവിടെ ആര് വന്നുകൂടും? പിശാച്. അത് കൈകാര്യം ചെയ്യണം. ഉദാഹരണം, ആവശ്യത്തിന് ഉണ്ടാക്കി നമ്മളെ മോനും മോളും, ഉദാഹരണം പറയാം, മോനും മോളും അവർ ഗൾഫിൽ പോയി. അപ്പൊ അതുകൊണ്ട് നമുക്കത് പൊളിക്കാൻ പറ്റൂലല്ലോ. അവര് വന്ന ആവശ്യം ഉണ്ടാവും. എന്നാൽ നമ്മളതിനെ ഇമാറത്ത് ചെയ്യണം. എന്തെങ്കിലും അഴിബാത്തയെ ഇപ്പൊ ഇടക്കിടക്കൊന്നും പോയി പോരെ, ഒരു ഔദോദേ. എന്റെ ഒരു രീതി ഞാൻ പറഞ്ഞുതരാം. എന്റെ ഒരു രീതി പറഞ്ഞുതരാം. മടക്കാൻ പറ്റൂല. മടക്കിയിട്ടില്ലെങ്കിൽ അവിടെ ആര് കിടക്കും? ശൈത്താൻ കിടക്കും. ആ പായന്റെ അയലുണ്ടാവും. കിടക്ക റോള് പോലെ, ഓർമ്മയില്ലേ നിങ്ങൾക്ക്? റോള് പോലെ ആക്കിയിട്ട് വെക്കും. ഇപ്പൊ അങ്ങനത്തെ പറ്റൂല. ഇപ്പൊ എന്താണ്? അത് ഫ്ലാറ്റ് പോലത്തെ ഒരു കിടക്കാണ്, ഒന്നിനും പറ്റൂല. എന്ത് ചെല്ലിൽ തട്ടിക്കൊടയണം 3 വട്ടെങ്കിലും. അവസാനിപ്പിക്കാം. ഇബിലീസിന്റെ ആദമിന്റെ മക്കളിൽ കാഫർ ഉണ്ടാകുന്നത് കൊണ്ട് ഇബിലീസിന്റെ മക്കളിൽ ആരും ഉണ്ടാകാ? മുഅ്മിൻ ഉണ്ടാകാ. അവർ ഇബിലീസ് ആവൂല. അവർ ശൈത്താൻ എന്ന ഒരു വിഭാഗം ഇല്ല, ഉണ്ട്. ഈ ജിന്നിലും ഇൻസിലും അള്ളാഹ്ക്ക് വഴിപ്പെടാത്ത ഒരു ശൈത്താനായി, വഴിപ്പെട്ട ഒരു മുഅ്മിനുമായി. വിശദമായി അടുത്ത ക്ലാസ്സിൽ പറഞ്ഞുതരാം. എന്റെ കാര്യം പറയാനുള്ളത്, 1 മുഹറം 1-ാം രാവ്, ഒന്നിരിക്കൽ നാളെ അസ്തമിച്ച രാത്രി ദുആക്ക് ഇജാബത്ത് ഉണ്ടാവും. കഴിയുന്നത്ര ആളുകൾ 1 മുതൽ 10 വരെ നോമ്പെടുക്കുന്നത് വളരെ നല്ലതാണ്. 10ന്റെ അന്ന് ചെയ്യേണ്ട അമൽ ഞാൻ പറഞ്ഞുതരാം. ചൊവ്വാഴ്ച, ചിലപ്പോൾ തിങ്കളാഴ്ച അസ്തമിച്ച രാത്രി കണ്ടാൽ ചൊവ്വാഴ്ച 1 1 മാത്രം എന്നതിൽ പ്രത്യേകതയില്ല. 1 മുതൽ 10 വരെ പ്രത്യേകതയാണ്. ഏറ്റവും പ്രത്യേകത 10-നും 9-നും. അതിന്റെ പകലിൽ പ്രത്യേക സുന്നത്തില്ല. എന്നാൽ ആ രാത്രികൾക്ക് പ്രാധാന്യമുണ്ട്. എന്ത്? 1-ാം രാവിന് ഇജാബത്ത് ഉണ്ടാവും. 1-ാം രാവിന് ഇജാബത്ത് ഉണ്ടാവും. വർഷാരംഭം നാളെ രാത്രിയോ മറ്റന്നാ രാത്രിയോ, ചിലപ്പോൾ നാളെ രാത്രി. നെഹസൊന്നുമില്ല, നെഹസില്ല, ഒന്നുമില്ല. നല്ലതാണ്. അവസാനിപ്പിക്കാം.